അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, മുത്തുനബിയെ എന്താണ് ഈ ഉമ്മത്തിന് മുസീബത്ത്? അപ്പോൾ പറഞ്ഞു, ദഹാബു ശഹ്രി റമളാൻ, റമളാൻ പോവുക, അത് തന്നെ. റമളാൻ ഇവിടെ പറഞ്ഞു പോവുക, അത് തന്നെയാണ് ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ മുസീബത്ത്. കാരണം റമളാൻ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ അമലുകൾക്ക് ഈ പ്രതിഫലമില്ല. റമളാൻ അങ്ങ് കഴിഞ്ഞു പോയാൽ പാപങ്ങൾ പൊറുക്കാൻ ഇങ്ങനെയുള്ള അവസരങ്ങളില്ല. റമളാൻ അങ്ങ് കഴിഞ്ഞു പോകുമ്പോ കൊട്ടിയടക്കപ്പെട്ട നരകത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു, തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ വാതിലുകൾ അടച്ചു. പിന്നെ ഈ സമുദായത്തിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അവസരങ്ങളല്ലേ നഷ്ടപ്പെട്ടത്? അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ മുസീബത്തുകളിൽപ്പെട്ടതാണ് ദഹാബ് റമളാൻ, റമളാൻ പോകുന്നത്, റമളാൻ യാത്ര പറയുന്നത് എന്ന് മഹാനായ ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനിയും നമ്മുടെ മുന്നിൽ അവസരമുണ്ട്, സമയങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ പരലോകം വിജയിപ്പിക്കട്ടെ. ആകാശത്തിലെ പള്ളി എന്നതാണ് ഇന്നത്തെ വിഷയം. ആകാശത്തിലെ പള്ളി എന്ന് കേൾക്കുമ്പോ നമ്മളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതും അറിയുന്നതുമാണ്. ആകാശലോകത്ത്, ഏഴാൻ ആകാശത്ത് രാജാതിരാജനായ റബ്ബിന് ഒരു പള്ളിയുണ്ട്, ബൈത്തുൽ മഅമൂർ. ആ ബൈത്തുൽ മഅമൂറിന് നേർക്ക് നേരെയാണ് പരിശുദ്ധമായ വിശുദ്ധമായ മക്കയിലെ കഅബാലയം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അൽ ആമിറു ബിബൈത്തില്ലാ, അല്ലാഹുവിന്റെ വീടുണ്ടാക്കാൻ കൽപ്പിച്ചത് ആമിർ അൽ ജലീൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൽപ്പിച്ചവൻ ജലീലായ അല്ലാഹുവാണ്. വൽ ബാനി ഖലീൽ, അത് പണി കഴിപ്പിച്ചത് മഹാനായ ഇബ്രാഹിം നബി ഖലീലുല്ലാഹിയാണ്. വൽ മുഈനു ഇസ്മാഈൽ, സഹായിയായത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. വൽ മുഹദ്ദിസു ജിബ്രാഈൽ, അതിന്റെ എഞ്ചിനീയർ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ജലീലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചു കഅബാലയം പണിയാൻ. അതിന്റെ എഞ്ചിനീയർ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിന് വളരെ കൃത്യമായി നേർക്ക് നേരെയാണ് വിശുദ്ധമായ കഅബാലയം പണിതിട്ടുള്ളത്. ഏഴാൻ ആകാശത്തിൽ എവിടെയാണോ ബൈത്തുൽ മഅമൂർ ഉള്ളത്, ആ ബൈത്തുൽ മഅമൂറിന് വളരെ കൃത്യമായി ബൈത്തുൽ മഅമൂറിന്റെ 4 മൂലകളും കൃത്യമായി, അതുകൊണ്ടാണ് എഞ്ചിനീയർ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആയത്. കാരണം സാധാരണ നാട്ടിൽ ഒരു കെട്ടിടം പണിയുടെ ഒരു എഞ്ചിനീയർ ആയാൽ കഅബാലയത്തിന്റെ എഞ്ചിനീയറിംഗ് പൂർണ്ണമാവുകയില്ല. കഅബാലയത്തിന്റെ എഞ്ചിനീയറിംഗിന് അത്ര വലിയ എഞ്ചിനീയർ വേണോ? കഅബാലയം പോയി കണ്ട ആളുകൾക്കറിയാം എന്താണ് കഅബാലയത്തിന് അത്ര വലിയ സാങ്കേതിക വിദ്യയും ടെക്നിക്കലും അത്ര വലിയൊരു എഞ്ചിനീയറിംഗിന്റെ കരവിരുത് ആവശ്യമുണ്ടോ? 4 ഭാഗത്ത് ചുമരുള്ള ഒരു ചെറിയൊരു കെട്ടിടം, ഒരു സാധാരണ ഒരു വലിയ ഒരു ബിൽഡിംഗ് അല്ലല്ലോ. 4 ചുമരുള്ള ഒരു വാതിലുള്ള, ഇപ്പോൾ നമ്മൾ പോയി കാണുന്ന ആ ഒരു 4 ചുമരുള്ള ഒരു കെട്ടിടം പണിയാൻ അത്ര വലിയ എഞ്ചിനീയർ വേണോ? കഅബാലയത്തിന്റെ എഞ്ചിനീയറിംഗ് എന്നത്, ആ എഞ്ചിനീയറിംഗിൽ പരിശോധിക്കേണ്ടത് അതിന്റെ 4 ചുമര് എങ്ങനെ അതിന്റെ കണതിരിച്ച് അതിന്റെ കൃത്യതയോടുകൂടെ അതിന്റെ ഭാരം അതിന്റെ മുകളിലെ കഅബാലയത്തിന് ഏറ്റവും വലിയ കഅബാലയത്തിന്റെ എന്താണ്? അത് ഏഴാൻ ആകാശത്തിലെ പള്ളിയായ പരിശുദ്ധമായ ബൈത്തുൽ മഅമൂർ. ആ ബൈത്തുൽ മഅമൂറിന്റെ 4 മൂല കൃത്യതയോടുകൂടെ മഹാന്മാര് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ബൈത്തുൽ മഅമൂറിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരു ചരട്, ഒരു നൂല് പിടിച്ചാൽ അത് വളരെ കൃത്യമായി പരിശുദ്ധമായ കഅബാലയത്തിന്റെ ആ മൂലകൾക്ക് ഒത്തുവരും. അങ്ങനെ ഒരു എഞ്ചിനീയറിംഗിന് അത് മനുഷ്യരായ എഞ്ചിനീയർമാരെ കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് റബ്ബ് തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ എഞ്ചിനീയർ ആക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്തുള്ള എല്ലാ പള്ളികളും ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുക മാത്രമല്ല, എല്ലാ പള്ളികളും ഉണ്ടാവാൻ കാരണം
മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം കഅബാലയം പണിതപ്പോൾ ആ ബാക്കിയായ മണ്ണും കല്ലുകളും പൊടിയും അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചുറ്റിയെറിഞ്ഞു. വലിയ കല്ലുകൾ വന്ന് വീണെടുത്ത് വലിയ പള്ളികളുണ്ടായി, ചെറിയ കല്ലുകൾ വീണെടുത്ത് ചെറിയ പള്ളികളുണ്ടായി, ചെറിയ തരിമണ്ണ് വീണെടുത്ത് അതിനേക്കാൾ ചെറിയ പള്ളികളുണ്ടായി എന്ന് മഹാനായ ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആകാശത്തിലെ പള്ളിയായ പരിശുദ്ധമായ കഅബാലയം, പരിശുദ്ധമായ ബൈത്തുൽ മഅമൂർ, കോടാനുകോടി മലായിക്കത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈത്തുൽ മഅമൂർ, ആ ബൈത്തുൽ മഅമൂറിന് വളരെ കൃത്യതയോടുകൂടെ വിശുദ്ധമായ കഅബാലയം മക്കത്തുണ്ടായി. ആ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് എല്ലാ ലക്ഷക്കണക്കിന് പള്ളികളും ഉണ്ടായി. കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ആ കഅബാലയത്തിലേക്ക് തിരിയുന്നു. കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ആ വിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്തിട്ടുണ്ട്. നമുക്കും പോകാൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതിന്റെ ഒക്കെ കേന്ദ്രം, എല്ലാ പള്ളികളുടെയും, ഭൂമിയിലെ എല്ലാ പള്ളികളുടെയും കേന്ദ്രം പരിശുദ്ധമായ കഅബാലയമാണ്. കഅബാലയത്തിന്റെ കേന്ദ്രം അത് പരിശുദ്ധമായ ബൈത്തുൽ മഅമൂറാണ്. എല്ലാവരുടെ ഇബാദത്തും എല്ലാവരുടെ നിസ്കാരങ്ങളും അത് വിശുദ്ധമായ ബൈത്തുൽ മഅമൂറുമായി, ആകാശത്തിലെ പള്ളിയുമായി റബ്ബിലേക്ക് ചേരുകയാണ്. മഹാനായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാനൽ ബൈത്തു ഖബല ഹുബൂദി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് പരിശുദ്ധമായ കഅബാലയം യാഖൂതതം മിൻ യവാഖീതിൽ ജന്ന, സുഖലോക സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ ഒരു യാഖൂത്ത് കല്ലായിരുന്നു. ഒരു യാഖൂത്തിന്റെ കല്ലായിരുന്നു. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു യാഖൂത്തായിരുന്നു വിശുദ്ധമായ കഅബാലയം. ആ കഅബാലയം പിന്നെയോ വൽ ബൈത്തുൽ മഅമൂർ, ആകാശത്തിലെ പള്ളിയായ വിശുദ്ധമായ ബൈത്തുൽ മഅമൂർ, അല്ലദീ ഫിസ് സമാ, ആകാശത്തിലുള്ളത്, യദ്ഖുലു കുല്ല യൗമിൻ, എല്ലാ ദിവസവും അതിലേക്ക്, അതിന്റെ ആ ആകാശത്തിലെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറും 70,000 മലക്ക്, 70,000 മലക്കുകൾ. സുമ്മ ലാ യഊദൂനഹു ഇലൈ, പിന്നെ ഒരിക്കലും അവരതിൽ നിന്ന് മടങ്ങിപ്പോരൂല, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. ഓരോ ദിവസവും. അപ്പോൾ ബൈത്തുൽ മഅമൂറിന്റെ വലുപ്പം എത്രയാണ്? അപ്പോൾ ബൈത്തുൽ മഅമൂറിന്റെ ശക്തി എത്രയാണ്? ബൈത്തുൽ മഅമൂറിന്റെ സംഭരണശേഷി എത്രയാണ്? ഓരോ ദിവസവും 70,000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിന്റെ ഉള്ളിലേക്ക് ഇബാദത്തിന് വേണ്ടി പ്രവേശിക്കുന്നു. പ്രവേശിച്ചവരാരും പിന്നെ പുറത്തു വരാറില്ല. ഖിയാമത്ത് നാൾ വരെ ആ മലായിക്കത്ത് ആരും പുറത്തു വരൂല. ഓരോ ദിവസവും 70,000 മലക്കുകൾ ഇബാദത്തിന് വേണ്ടി പുതിയ പുതിയ മലക്കുകൾ ബൈത്തുൽ മഅമൂറിന്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മഹാനായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബൈത്തുൽ മഅമൂറിന് വളരെ നേർക്ക് നേരെയാണ് വിശുദ്ധമായ കഅബാലയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ പണിതു വെച്ചിട്ടുള്ളത്. ഫലമ്മാ അഹ്ബത്തല്ലാഹു ആദം അലൈഹിസ്സലാം ഇലൽ അർള്, ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഇറക്കിയപ്പോൾ ഇസ്തൗഹശ ഫശകാ ഇലല്ലാഹ്, ഏകാന്തത അനുഭവപ്പെട്ടപ്പോ ആരുമില്ലല്ലോ, ഭൂമിയിൽ ഒറ്റപ്പെട്ടു. മലായിക്കത്തിന്റെ തസ്ബീഹ് കേൾക്കാനില്ല. മഹാന്മാരായ മലായിക്കത്തിന്റെ മനോഹരമായ തഹ്മീദിന്റെ ശബ്ദങ്ങളില്ല. സുഖലോക സ്വർഗത്തിലെ സന്തോഷത്തിന്റെ കാഴ്ചകളില്ല. മനോഹരമായ പരിമളങ്ങളില്ല. ഭൂമിയിൽ ഒറ്റപ്പെട്ട സമയത്ത് ആദം നബി അലൈഹിസ്സലാം റബ്ബിനോട് പരാതി പറഞ്ഞപ്പോൾ ഫഅൻസലല്ലാഹുൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിനെ, ആകാശത്തിലെ പള്ളി അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കി. ബൈത്തുൽ മഅമൂറിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കി. ബൈത്തുൽ മഅമൂറിനെ തന്നെ ഇറക്കി എന്ന്. ആ ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് യാഖൂതത്തും മിൻ യവാഖീതിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലെ മനോഹരമായ ഒരു യാഖൂത്താണ്. അപ്പൊ ബൈത്തുൽ മഅമൂർ, വിശുദ്ധമായ ബൈത്തുൽ മഅമൂറിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് എന്ന് മഹാനായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹു ബാബാനി ശർഖിയുൻ വ ഗർബി, ബൈത്തുൽ മഅമൂറിന് 2 വാതിലുകളുണ്ട്.
ശർഖിയും ഗർബിയുമായ രണ്ട് വാതിലുകളുണ്ട്. ഫവളഅഹു അലാ മൗദിൽ ബൈത്തി, കഅബാലയം നിന്ന അതേ സ്ഥലത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മഅമൂറിനെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഉയർത്തുകയും ചെയ്തു. ആകാശത്തിലെ ആ പള്ളിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് ഭൂമിയിലേക്ക് ബൈത്തുൽ മഅമൂറിനെ ഇറക്കുകയും ആ കൃത്യമായി കഅബാലയത്തിന്റെ സ്ഥാനം വരെ 7ാം ആകാശത്ത് നിന്ന് ബൈത്തുൽ മഅമൂറിനെ കഅബാലയം ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം വരെ ഇറക്കുകയും പിന്നീട് ഉയർത്തുകയും ചെയ്തു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധമായ തഫ്സീറുകളിൽ, ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ, റൂഹുൽ ബയാനിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ മറ്റൊരു അഭിപ്രായം, അങ്ങനെ ഒരു സ്ഥാനം നിർണയിച്ചു കൊടുത്തു എന്ന്. അതിന്റെ ഒരു സ്ഥാനം, കഅബാലയം പണിയാനുള്ള സ്ഥാനം ആദം നബി അലൈഹിസ്സലാമിന് നിർണയിച്ചു കൊടുത്തു. ബൈത്തുൽ മഅമൂറിനെ ഇറക്കി ആ സ്ഥാനം അങ്ങനെ തന്നെയാണ് കൃത്യമായി ആദം നബി അലൈഹിസ്സലാമിന് നിർണയിച്ചു കൊടുത്തത്. ആദം നബി അലൈഹിസ്സലാമാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ കഅബാലയം പണിതത്. ആദം നബി വരുന്നതിന് മുമ്പ് തന്നെ കഅബാലയമുണ്ട്. ആ കഅബാലയം ഭൂമിയിൽ ഒരു ഉയർന്ന സ്ഥലമായിട്ടുണ്ട്. മനുഷ്യനിർമ്മിതമായി മഹാന്മാരായ മലായിക്കത്ത് വിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ മനുഷ്യനിർമ്മിതമായ ആദ്യമായി വിശുദ്ധമായ കഅബാലയം പണിതത് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം. പിന്നെ രണ്ടാമത്തെ നിർമ്മാണമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നിർമ്മാണം. അല്ലേ? ആദ്യത്തെ നിർമ്മാണം മനുഷ്യനിർമ്മിതമായ നിർമ്മാണം അത് ആരുടേതാണ്? ശ്രദ്ധിക്കണം. മനുഷ്യനിർമ്മിതമായി വിശുദ്ധമായ കഅബാലയം ആദ്യമായി പണിതത് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. പിന്നീട് ആ കഅബാലയം പറ്റപ്പോയി. ആദം നബി അലൈഹിസ്സലാം പണിതു വെച്ച ആ കഅബാലയം പറ്റപ്പോയി സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ തൂഫാനിൽ പറ്റപ്പോയി. പിന്നെ ഒരു അസറും ഉണ്ടായിരുന്നില്ല എന്നാണ്. വിശുദ്ധമായ കഅബാലയത്തിന്റെ ഒരു അടയാളവും പിന്നെ ഉണ്ടായിരുന്നില്ല. റഫഅഹുല്ലാഹു ഫീ അയ്യാമി തൂഫാൻ, അത് നശിപ്പിച്ചു കളഞ്ഞതല്ല. കഅബാലയം വെള്ളപ്പൊക്കത്തിൽ പോയി എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ കഅബാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അസ്ല്, അതിന്റെ അടിത്തറ സ്വർഗത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത യാഖൂത്ത് കല്ലാണ്. ആ യാഖൂത്ത് കല്ലിനെ ചുറ്റിയാണ് ഭൂമിയെ ഒരു അല്പം റബ്ബ് തആല ഉയർത്തിവെച്ചത്, മലായിക്കത്ത് തവാഫ് ചെയ്തത്. അതിനെയാണ് മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം പിന്നീട് മനുഷ്യനിർമ്മിതമായി അതിനെ പണിതത്. അത് പണിയാനുള്ള അതിന്റെ കൃത്യമായ സംവിധാനം, അതിന്റെ സ്ഥാനം ബൈത്തുൽ മഅമൂറിനെ തന്നെ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കി ആദം നബിക്ക് കാണിച്ചു കൊടുത്തത്. ആദം നബി അലൈഹിസ്സലാം ആ കഅബാലയം പണിതത്. ആദം നബി അലൈഹിസ്സലാമിനെ അതിന് ധാരാളം മലായിക്കത്ത്, ഒരു റിപ്പോർട്ടിൽ 40 മലക്കുകൾ സഹായിച്ചു എന്ന്, മറ്റൊരു റിപ്പോർട്ടിൽ 40,000 മലക്കുകൾ സഹായിച്ചു എന്നുമുണ്ട്. അല്ലാഹു അഅലം. ആ മലായിക്കത്തെ സഹായിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം ആ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കി. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കമുണ്ടായി. ഭൂമിയിൽ ഒട്ടാകെ അതിശക്തമായ തൂഫാൻ ഉണ്ടായപ്പോൾ കഅബാലയവും പോയി. എങ്ങോട്ട് പോയി? മഹാനായ ഹബീബായ ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റഫഅഹുല്ലാഹു ഫീ അയ്യാമി തൂഫാൻ. തൂഫാനുണ്ടായ ദിവസങ്ങളിൽ, വെള്ളപ്പൊക്കമുണ്ടായ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ കഅബാലയത്തെ ഉയർത്തിക്കൊണ്ടുപോയി ഇലസ്സമാഇർ റാബിഅ, 4ാമത്തെ ആകാശത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ 4ാമത്തെ ആകാശത്തിലായിരുന്നു കഅബാലയം, വിശുദ്ധമായ കഅബാലയം. ഓരോ ആകാശത്തിലും കഅബാലയം പോലെ ഉള്ള മനോഹരമായ പള്ളികൾ, വിശുദ്ധമായ ബൈത്തുകൾ ഉണ്ട് എന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7ാം ആകാശത്തിൽ കൊണ്ടുപോയി. എന്താണ് 4ാമത്തെ ആകാശത്തിൽ? 7ാമത്തെ ആകാശത്തിലാണ് ബൈത്തുൽ മഅമൂർ ഉള്ളത്. തൂഫാന്റെ കാലഘട്ടത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വിശുദ്ധമായ കഅബാലയത്തെ അല്ലാഹു വളരെ സംരക്ഷിച്ചു ഉയർത്തിക്കൊണ്ടുപോയത് വിശുദ്ധമായ 4ാമത്തെ ആകാശത്തിലാണ്. എന്താണ് 4ാമത്തെ ആകാശം തരാൻ കാരണം? റബ്ബിന്റെ ചില ഹിക്മത്തുകളാവാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4ാമത്തെ ആകാശത്തിലേക്ക് വിശുദ്ധമായ കഅബാലയം കൊണ്ടുപോയി വെച്ചപ്പോ യദ്ഖുലു കുല്ല യൗമിൻ 70,000 മലക്, ബൈത്തുൽ മഅമൂറിലേക്ക് 7ാമത്തെ ആകാശത്തിലേക്ക് മഹാന്മാരായ മലായിക്കത്ത് എല്ലാ ദിവസവും 70,000 മലക്കുകൾ കയറുന്നത് പോലെ
വിശുദ്ധമായ കഅബാലയത്തിലേക്ക്, ആ കഅബാലയത്തിലേക്കും 70,000 മലക്കുകൾ കയറി. തുമ്മ ലാ യഊദൂന ഇലൈഹി, പിന്നെ മടങ്ങാതെ. وبعث الله سبحانه وتعالى جبرائيل عليه السلام, ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു അയക്കുകയും ഹത്താ ഖബഅൽ ഹജറൽ അസ്വദ്, ഹജറുൽ അസ്വദിനെ ഒളിപ്പിച്ചു വെച്ചു. ഫീ ജബലി അബീ ഖുബൈസ്, അബൂ ഖുബൈസ് മലയുടെ ഉള്ളിൽ. സിയാനത്തൻ ലഹു മിനൽ ഗർഖി, ആ തൂഫാനിൽ നിന്ന്, ആ മുങ്ങലിൽ നിന്ന് ഹജറുൽ അസ്വദിനെ സംരക്ഷിക്കാൻ കഅബാലയത്തെ ഉയർത്തി, ഹജറുൽ അസ്വദിനെ ഉയർത്തിയില്ല. 4ാമത്തെ ആകാശത്തിലേക്ക് തൂഫാൻ ഉണ്ടായ സമയത്ത് 4ാമത്തെ ആകാശത്തിലേക്ക് കഅബാലയത്തെ അല്ലാഹു ഉയർത്തി. ഹജറുൽ അസ്വദിനെ, വിശുദ്ധമായ ഹജറുൽ അസ്വദിനെ അബൂ ഖുബൈസ് മലയുടെ ഉള്ളിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ അതിനുശേഷം പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്നതുവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്നതുവരെ പിന്നെ വിശുദ്ധമായ കഅബാലയത്തെ ഒരു ഇടക്കാലത്ത് ആരും പരിപാലിക്കുകയോ അതിനെ കെട്ടിപ്പൊക്കുകയോ സംവിധാനിക്കുകയോ ചെയ്തിട്ടില്ല. ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം രാജാതിരാജനായ റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബേ, അല്ലാഹുവേ, പടച്ചവനെ, ഈ വിശുദ്ധമായ കഅബാലയത്തെ പരിപാലിക്കാൻ എന്റെ മക്കളിൽ നിന്ന് ആളുകളെ പറഞ്ഞേക്കണേ എന്ന് മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആയുടെ ഫലമായിട്ടാണ് മഹാനായ, അത് നേരത്തെ തന്നെ ആദം നബി അലൈഹിസ്സലാമിന് അറിയിച്ചു കൊടുത്തിരുന്നു. ആദം നബി അലൈഹിസ്സലാമിന് അറിയിച്ചു കൊടുത്തിരുന്നു. ആദം നബി അലൈഹിസ്സലാം കഅബാലയം പണിത് പൂർത്തിയാക്കിയപ്പോൾ, കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം ആദ്യത്തെ ഹജ്ജ് ചെയ്തു. കഅബാലയം പണിതതിനു ശേഷം മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം ആദ്യം ഹജ്ജ് ചെയ്തു. മഹാന്മാരായ മലായിക്കത്ത് പറഞ്ഞു, ഫഖാലത്തുൽ മലായിക ബർറ ഹജ്ജുക യാ ആദം, ആദമേ, നിങ്ങളുടെ ഹജ്ജ് മബ്റൂറായി, നിങ്ങളുടെ ഹജ്ജ് മബ്റൂറായി, അല്ലാഹു കബൂലാക്കി എന്ന് സന്തോഷം അറിയിച്ചു. എന്നിട്ട് മലക്കുകൾ പറഞ്ഞു, ആദമേ, ലഖദ് ഹജ്ജനാ ഹാദൽ ബൈത ഖബലക ബി അൽഫയാം, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ കഅബാലയം ഇവിടെ ഉണ്ട്. ആ കഅബാലയം നിങ്ങൾ വരുന്നതിന്റെ മുമ്പ് 2000 കൊല്ലം ഞങ്ങൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആദമേ, നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നതിന്റെ മുമ്പ് 2000 കൊല്ലം ഞങ്ങൾ എല്ലാ കൊല്ലവും ഹജ്ജിന് വന്നിട്ടുണ്ട്. മലായിക്കത്ത് പറഞ്ഞു. ആദം നബി ചോദിച്ചു, സുമ്മ ഖാല ഫമാ കുന്തും തഖൂലൂന ഹൗലഹു, നിങ്ങൾ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ അന്നൊക്കെ നിങ്ങൾ എന്താണ് ചൊല്ലിയിരുന്നത്? അപ്പോൾ മലക്കൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നാണ് ചൊല്ലിയിരുന്നത്. ആദം നബി അലൈഹിസ്സലാമും അത് ചൊല്ലി. പിന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് കൂട്ടി. അങ്ങനെ ഓരോ നബിമാരുടെ, മഹാന്മാരുടെ ഒക്കെ കാലഘട്ടങ്ങളിൽ ചൊല്ലാനുള്ള പ്രത്യേകമായ ദിക്റുകൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനൊക്കെ ചില സിർറുകളും കാരണങ്ങളും ഉണ്ട്. മലായിക്കത്ത് ചൊല്ലിയ ദിക്റുകൾ, ആദം നബി അലൈഹിസ്സലാം ചൊല്ലിയ ദിക്റുകൾ, ഓരോ തവാഫിലും മഹാന്മാരായ അമ്പിയാക്കൾ, മഹാന്മാരായ മലായിക്കത്ത് അവരൊക്കെ ചൊല്ലിയ ദിക്റുകൾ, അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നിനും ഓരോ സിർറുകളും രഹസ്യങ്ങളും. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം അന്നാണ് ദുആ ചെയ്തത്, അല്ലാഹുവേ അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബൈത ഉമ്മാറാ യഅ്മുറൂനഹു മിൻ ദുർരിയ്യതി, പടച്ചവനെ, ഞാൻ നിനക്ക് വേണ്ടി നിന്റെ ഈ വീട് പണി കഴിപ്പിച്ചു. എന്റെ മക്കളിൽ നിന്ന്, സന്താന പരമ്പരയിൽ നിന്ന് ഈ വിശുദ്ധമായ കഅബാലയം പരിപാലിക്കാൻ അല്ലാഹുവേ നീ ആളുകളെ നിലനിർത്തണേ റബ്ബേ എന്ന് ദുആ ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇലാ ആദം അലൈഹിസ്സലാം, ആദം നബിക്ക് വഹി കൊടുത്തു, ഇന്നി മുഅ്മിറുഹു ബിനബിയ്യിൻ മിൻ ദുർരിയ്യതിക, നിന്റെ മക്കളിൽ നിന്ന് ഒരു നബിയെ കൊണ്ടാണ് ഞാൻ ഈ കഅബാലയം പരിപാലിപ്പിക്കുക. ഇസ്മുഹു, അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം, ഇബ്രാഹിം എന്നാണ്. അത്തഖിദു ഖലീല, ഞാൻ ആ ഇബ്രാഹിമിനെ ഖലീലാക്കും, കൂട്ടുകാരനാക്കും. അഖ്ളി അലാ യദൈ ഇമാറതുഹു,
ഈ പള്ളിയുടെ പരിപാലനം അദ്ദേഹത്തെ കൊണ്ട് ഞാൻ പൂർണ്ണമാക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനോട് രാജാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ചു കൊടുത്തു. അപ്പോ ഇബ്രാഹിം നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് നേരത്തെ തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. തൂഫാൻ കഴിഞ്ഞപ്പോ ഒരസറും ഒരു അടയാളവും ഉണ്ടായിരുന്നില്ല. ഒരടയാളവും ഉണ്ടായിരുന്നു. എവിടെയാണ് അങ്ങനെ ഒരു ചരിത്രവും ഉണ്ടായിരുന്നില്ല, ഒരറിവും ഉണ്ടായിരുന്നില്ല. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം കഅബാലയം നിർമ്മിക്കാനുള്ള സ്ഥാനം കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും രണ്ടുപേരും കൂടെ കഅബാലയം പണിയാണ്. കഅബാലയം പണിയുകയാണ്. ആ കഅബാലയം പണിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മേഘത്തെ തണലിട്ട് കൊടുത്തു. ഇബ്രാഹിം നബി സ്ഥാനം പിന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം സ്ഥാനം കാണിച്ചു കൊടുത്തു. പിന്നെ അത് പഴക്കാതിരിക്കാൻ അത് കൃത്യമായി അടിത്തറ ഒരുക്കി ആ കഅബാലയത്തിന്റെ സ്ഥാനം, കാരണം ബൈത്തുൽ മഅമൂറിന് വിശുദ്ധമായ 7ാമത്തെ ആകാശത്തിലെ പള്ളിക്ക് നേരെ കൃത്യതയിലായിരിക്കണം. അതുകൊണ്ട് തന്നെ പഴച്ചു പോകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മേഘത്തെ ഇട്ടുകൊടുത്തു. ആ മേഘത്തിന്റെ നിഴൽ, നിലത്ത് കാണുന്ന ആ മേഘത്തിന്റെ നിഴൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇബ്രാഹിം നബിയെ ആ നിഴൽ, ആ മേഘത്തിന്റെ നിഴൽ കണക്കാക്കി നിങ്ങൾ കഅബാലയം പണിതോളൂ. അത് വളരെ കൃത്യതയോടുകൂടെ ബൈത്തുൽ മഅമൂറിന് വളരെ കൃത്യമാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, കഅബാലയം നിർമ്മിക്കാനുള്ള കല്ലുകൾ, ഓരോ കല്ലുകൾ കൊണ്ടുവന്നത്, അത് കഅബാലയം നിർമ്മിക്കാനുള്ള കല്ല് കൊണ്ടുവന്നത്, ആ കല്ലുണ്ടായത് ബനാഹു മിൻ ഖംസത്തി അജ്ബുൽ, അത് ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഅബാലയം നിർമ്മിക്കാനുള്ള കല്ലുകൾ കൊണ്ടുവന്നത് അത് 5 മലകളിൽ നിന്നാണ്. ബനാഹു മിൻ ഖംസത്തി അജ്ബുൽ, 5 മലകളിൽ നിന്നാണ് കഅബാലയം നിർമ്മിക്കാനുള്ള കല്ലുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് തൂര് സീന, പരിശുദ്ധമായ തൂര് സീന മല. മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം റബ്ബുമായി സംസാരിച്ച വിശുദ്ധമായ പർവ്വതമാണ് തൂര് സീന. വിശുദ്ധമായ തൂര് സീന ഇന്ന് ഈജിപ്തിന്റെ മണ്ണിലാ തൂര് സീന പർവ്വതമുള്ളത്. ആ പർവ്വതത്തിന്റെ കല്ലുകളുണ്ട്. തൂര് സൈത്താ, അതേപോലെ ഈജിപ്തിൽ തന്നെയുള്ള മറ്റൊരു പർവ്വതമാണ് സൈത്ത് മല, തൂർ സൈത്ത് എന്നറിയപ്പെടുന്ന പർവ്വതം. അപ്രകാരം തന്നെ ലബനാൻ, വഹുവ ജബലുൻ ബിശ്ശാം, ഷാമിലെ ഒരു പർവ്വതമാണ് ജബലു ലബനാൻ, ലബനാൻ എന്ന പേരുള്ള പർവ്വതം. വൽ ജൂദി, ജൂദി പർവ്വതം, വഹുവ ജബലുൻ ബിൽ ജസീറ, ജസീറത്തുൽ അറബിലെ ഒരു പർവ്വതമാണ്. ജൂദി മലയിലാണ്, ജൂദി പർവ്വതത്തിലാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ ചെന്ന് നിന്നത്. കപ്പൽ ചെന്നിട്ട് നിന്നത്, കപ്പൽ കരക്കടിഞ്ഞത് ജൂദി പർവ്വതത്തിന്റെ മുകളിലാണ്. അപ്പൊ പിന്നെ ഈ ഭൂമിയിൽ അപ്പൊ എത്ര വെള്ളം പൊങ്ങിയിട്ടുണ്ടാവും? വെള്ളത്തിന്റെ മുകളിൽ വെള്ളം ഇങ്ങനെ പൊങ്ങും തോറും കപ്പലും ഏറ്റവും മുകളിലാവും. അങ്ങനെ കപ്പൽ ചെന്ന് നിന്നത് ജൂദി മലയുടെ മുകളിലാണ്. അപ്പോ മലകളെപ്പോലും പർവ്വതങ്ങളെപ്പോലും അതിജയിച്ചുകൊണ്ട് അന്ന് തൂഫാൻ ഉണ്ടായി എന്നാണ് അതിനർത്ഥം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഈ അടുത്ത് കണ്ടെത്തി എന്ന പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിരുന്നു. ജൂദി പർവ്വതത്തിൽ നിന്നാണ്. പിന്നെ അതേപോലെ മക്കയിലെ പർവ്വതത്തിൽ നിന്ന്, മക്ക ജബലു മക്ക, മക്കയിലെ പർവ്വതത്തിൽ നിന്ന്, ഇങ്ങനെ 5 പർവ്വതങ്ങളിൽ നിന്നാണ് കഅബാലയം നിർമ്മിക്കാനുള്ള കല്ലുകൾ കൊണ്ടുവന്നത്. അപ്രകാരം അതേ കഅബാലയം നിർമ്മിക്കാനുള്ള അടിത്തറയുടെ കല്ല് അത് ഹിറാ, അത് ഹിറയിൽ നിന്നാണ്. ജബലുൻ നൂറിലെ ഹിറയിൽ നിന്നാണ് അവിടുത്തെ കല്ലുകളാണ് കൊണ്ടുവന്നത് എന്നും മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ മകനോട് പറഞ്ഞു, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്ലുകൾ കൊണ്ടുവന്നു കൊടുക്കുന്നു, സഹായിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, യാ ബുനയ്യ, മോനെ, ഇത്നി ബിഹജറിൻ അബിയദ ഹസൻ, മോനെ ഇനി നല്ലൊരു വെളുത്ത കല്ല് കൊണ്ടുവാ.
നല്ല വെളുത്ത ഒരു കൊല്ലുകൊണ്ടുവാ യക്കൂനുൽ ഇന്നാസി അലമൻ, ജനങ്ങൾക്കൊരു അടയാളമാകാൻ. കഅബാലയം തവാഫ് ചെയ്യാന് തവാഫ് തുടങ്ങേണ്ട മൂലയുണ്ട്. തവാഫ് തുടങ്ങാനുള്ള മൂല, തവാഫ് തുടങ്ങാനുള്ള ആ മൂലയിൽ നിന്ന് തവാഫ് തുടങ്ങാൻ ആളുകൾക്ക് ഒരു അടയാളമായി. ഇതുവരെ ഉള്ളതൊക്കെ കറുത്ത കല്ലുകളാണ്. ഇനിയുള്ളത് ഇനി മോനെ ഒരു വെളുത്ത കല്ല്, നല്ലൊരു വെളുത്ത കല്ല് കൊണ്ടുവാ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയച്ചു. യാ ബുനയ്യഅ്തിനി ബിഹജറിൻ അബിയള, ഹസൻ നല്ല ഭംഗിയുള്ള വെളുത്ത ഒരു കല്ല് തെരഞ്ഞു കൊണ്ടുവാ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പോയി. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അങ്ങനെ പോയിട്ട് അങ്ങനെ ഒരു കല്ല് കൊണ്ടുവന്നു. ആ കല്ല് കൊണ്ടുവന്നപ്പോൾ മഹാനായ ഇബ്രാഹിം പറഞ്ഞു, ഇത് പോരാ, ഇത് ഭംഗി പോരാ, ഇത് വെളുപ്പ് പോരാ, ഇതിനേക്കാൾ ഭംഗിയുള്ള നല്ല കല്ല് കൊണ്ടുവാ. പിന്നെയും പറഞ്ഞയച്ചു. അങ്ങനെ ഇസ്മായിലു യത്ലുബു, ഇസ്മായിൽ നബി അലൈഹി സ്വലാം അതങ്ങനെ അന്വേഷിച്ചു പോയി. ഇസ്മായിൽ നബി അലൈഹി സ്വലാം കല്ലന്വേഷിച്ചു പോയതാ. അതിനിടക്ക് അബൂ ഖുബൈസ് മല വിളിച്ചു പറഞ്ഞു, യാ ഇബ്രാഹിം, ഏ ഇബ്രാഹിം. മകൻ ഇസ്മായിൽ നബി പോയി കല്ല് തെരഞ്ഞു പോയതാ. ഇബ്രാഹിം നബി ഒറ്റക്കാണ് കഅബാലയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ഒറ്റക്കാണ് അവിടെ. ആ സമയത്ത് അബൂ ഖുബൈസ് മല വിളിച്ചു, യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, ഖലീലേ, അല്ലാഹുവിന്റെ ഖലീലേ ഇബ്രാഹിം, ഇന്ന ലക ഇൻദി വദിയ, എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം നിങ്ങൾക്ക് തരാനുണ്ട്. എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം, ഒരു സൂക്ഷിപ്പ് സ്വത്ത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് തരാൻ വേണ്ടി ജിബ്രീൽ എന്നെ ഏൽപ്പിച്ച ഒരു സൂക്ഷിപ്പ് സ്വത്തുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിമേ, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിളിച്ചു. അബൂ ഖുബൈസ് മല വിളിച്ചു. ഫഖുദ്ഹാ, എന്നിട്ട് എന്റെ എന്ന് വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി ചെന്നു. അല്ലെ, അത്ഭുതമാണല്ലോ. കാരണം മല സംസാരിക്കാണ്, പർവ്വതം സംസാരിക്കുക. അപ്പോൾ അബൂ ഖുബൈസ് പർവ്വതമാണ് കൊടുത്തത്. ഫൈദാ ഹുവ, നല്ല ഒരു മനോഹരമായ കല്ല്, ബിഹജറിൻ അബിയ, നല്ല വെളുത്ത കല്ല്, മനോഹരമായ ഒരു കല്ല്, വെളുത്ത് പ്രകാശിക്കുന്ന ഒരു കല്ല്. അത് പരിശുദ്ധമായ ആ അബൂ ഖുബൈസ് പർവ്വതമാണ് പുറത്തേക്ക് ഇട്ടുകൊടുത്തത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്. നമ്മൾ പറഞ്ഞു, ഹജറുൽ അസ്വദ് നേരത്തെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണ്. നേരത്തെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി. അത് തൂഫാന്റെ കാലഘട്ടത്തിൽ ഹജറുൽ അസ്വദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ച് അബൂ ഖുബൈസ് മലയിൽ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. പിന്നെ അബൂ ഖുബൈസ് മലക്ക് അല്ലാഹു വഹയി നൽകി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അത് പുറത്തേക്ക് ഇട്ടു കൊടുക്കാൻ. അബൂ ഖുബൈസ് മല അത് പുറത്തേക്ക് ഇട്ടു കൊടുത്തു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒരു അനുയോജ്യമായ കല്ല് കിട്ടാതെ മടങ്ങി വന്നു. അൽഹംദുലില്ലാഹ്, ഉപ്പ പറഞ്ഞു, ഇബ്രാഹിം നബി പറഞ്ഞു, മോനെ നല്ല കല്ല് അത് അബൂ ഖുബൈസ് തന്നെ തന്നു എന്ന് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഹജറുൽ അസ്വദിനെ. ഒക്കെ റബ്ബിന്റെ ചില ഹിക്മത്തുകളും അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളുമാണ്. ആ ഹജറുൽ അസ്വദിനെ പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശുദ്ധമായ കഅബാലയത്തിൽ സംവിധാനിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഴയ കാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ അരികിലൂടെ യാത്ര ചെയ്തത് പറഞ്ഞു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. സുലൈമാൻ നബി അലൈഹിസ്സലാം മറ സുലൈമാൻ അലൈഹിസ്സലാം ബിജുനൂദി അലൽ കഅബ, വിശുദ്ധമായ കഅബാലയത്തിന്റെ അരികിലൂടെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം യാത്രയാവുകയാണ്. അപ്പോഴേക്ക് കഅബാലയമൊക്കെ ബിംബങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന കാലമാണ്.
കഅബാലയം വല്ലസ്നാമു തുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ, മക്കത്ത് അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാതെ ബിംബങ്ങൾക്ക് ഇബാദത്ത് ചെയ്തിരുന്ന കാലമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ അരികിലൂടെ പോകുന്നത്. അപ്പോൾ ഫബക്കത്തിൽ കഅബ, വിശുദ്ധമായ കഅബാലയം കരഞ്ഞു. കഅബാലയം കരഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയം കരഞ്ഞു എന്ന് പറഞ്ഞാൽ, കല്ല് കരഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതല്ലേ, ബക്കത്തിസ് സമാവാതു വൽ അർദ്, ഭൂമിയിലെ മണ്ണിന് കരഞ്ഞൂടെ, ഭൂമിയിലെ കഅബാലയത്തിന് കരഞ്ഞൂടെ, ഹജറുൽ അസ്വദിന് കരഞ്ഞൂടെ, മഖാമ ഇബ്രാഹിമിനോട് കരഞ്ഞൂടെ? കരഞ്ഞില്ലേ? മിൻ ഹിജ്റത്തിൽ മുഖ്താരി തബ്കി മക്കത്തു വബുയൂതുഹാ വകദൽ മഖാമു വകഅബത്തു وحتيمها حجر وحتيمها حجر وأسود عتبة من يزر لم يلقى ريح نسيما صلوا عليه وسلموا تسليما. മുത്തുനബി ഹിജ്റ പോയപ്പോ കരഞ്ഞല്ലോ. കഅബാലയം കരഞ്ഞു, ഹജറുൽ അസ്വദ് കരഞ്ഞു, മഖാമ ഇബ്രാഹിം കരഞ്ഞു. മഹാനായ സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി ആ വഴിക്ക് പോകുന്നത് കണ്ടപ്പോൾ വിശുദ്ധമായ കഅബാലയം കരഞ്ഞുകൊണ്ട് പറഞ്ഞു റബ്ബിനോട്, റബ്ബേ യാ റബ്ബി ഹാദാ നബിയുൻ മിൻ അംബിയായി, നിന്റെ അംബിയാക്കളിൽപ്പെട്ട ഒരു നബിയാണല്ലോ റബ്ബേ എന്റെ അരികിലൂടെ പോകുന്നത്. വഖൗമു മിൻ ഔലിയായി, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആ കൂടെയുള്ള ആളുകൾ അവരൊക്കെ നിന്റെ ഔലിയാക്കളും. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാർ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ആസഫ് ഇബ്നു ബർഖിയ മഹാനവറുകളെ പോലെ, റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സിദ്ദീഖീങ്ങൾ, മഹാന്മാരായ വലിയ ഔലിയാക്കൾ, അവരായിരുന്നല്ലോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്നത്. സുലൈമാൻ നബി അവർക്കൊപ്പം പോകുമ്പോ കഅബാലയത്തെ തിരിഞ്ഞു നോക്കാതെ, കഅബാലയത്തിൽ തവാഫ് ചെയ്യാതെ, പടച്ചവനെ മർറു അലയ്യ വലം യതൂഫു ബി, അവരെ എന്നെ തവാഫ് ചെയ്യാതെ പോവുകയാണല്ലോ റബ്ബേ. ഒരു നബി, അല്ലാഹുവേ നിന്റെ ഇഷ്ടപ്പെട്ട ഒരു നബി, ആ നബിയുടെ കൂടെയുള്ള ഔലിയാക്കൾ അവര് എന്റെ അരികിലൂടെ പോകുമ്പോ എന്നെ തവാഫ് ചെയ്യാതെ പോവുകയാണല്ലോ റബ്ബേ എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ വിശുദ്ധമായ കഅബാലയം കരഞ്ഞു പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൗഹല്ലാഹു ഇലൈഹ, കഅബാലയത്തോട് റബ്ബ് പറഞ്ഞു, ലഅംലഅന്നക വുജൂഹൻ സുജ്ജദാ, നിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കൊണ്ട് ഞാൻ നിന്റെ മുറ്റം നിറക്കും. വിശുദ്ധമായ കഅബാലയമേ, നിന്റെ ചുറ്റുഭാഗത്ത് സുജൂദ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കൊണ്ട് ഞാൻ നിറച്ചു തരും. വഅജഅലു ഫീക ഉമ്മാറൻ, ഞാൻ നിനക്ക് ഇമാറത്ത് ചെയ്യാൻ, നിന്നെ പരിപാലിക്കാൻ ഒരുപാട് ആളുകളെ ഞാൻ നിശ്ചയിച്ചു തരും. വഅബഅസു നബിയ്യൻ ഫീ ആഖിരി സമാനി, അവസാന കാലത്ത് അവസാനത്തെ നബി, അന്ത്യപ്രവാചകനെ, വഹുവ അഹബ്ബുൽ അംബിയാഇ ഇലയ്യ, എല്ലാ നബിമാരിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയെ, മുത്ത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിന്നിലേക്ക് അയച്ചു തരും. മുത്ത് നബിയുടെ അനുയായികളെ നിന്നെ ഇമാറത്ത് ചെയ്യാൻ, നിന്നിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ കോടിക്കണക്കിന് ആളുകളെ ഞാൻ പറഞ്ഞയച്ചു തരും. ഞാൻ അവർക്ക് നിർബന്ധമാക്കും ഫരീദത്തൻ യഹിന്നൂന ഇലൈക, ആ ഫർള് നിറവേറ്റാൻ വേണ്ടി അവരൊക്കെ നിന്നിലേക്ക് തേങ്ങി വരും. ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ തേങ്ങി കരഞ്ഞുകൊണ്ട്, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി കോടിക്കണക്കിന് ആളുകളെ നിന്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞയക്കും. നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് വിശുദ്ധമായ കഅബാലയത്തെ സമാധാനിപ്പിച്ചു. കാരണം അത് റബ്ബിന്റെ ഒരു ഹിക്മത്താണ്. ഇപ്പോൾ അവിടെ ബിംബങ്ങളാണ്, അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല. അല്ലാഹുവിന്റെ തന്ത്രങ്ങളാണല്ലോ. പടച്ച റബ്ബ് അല്ലാഹുവാണ് സ്വർഗത്തിലേക്ക് ആളുകളെ തീരുമാനിക്കുന്നത്, നരകത്തിലേക്കും ആളുകളെ തീരുമാനിക്കുന്നത്. ചില ആളുകളെ കൊണ്ട് കൊടിയ ശിർക്ക് ചെയ്യിപ്പിക്കുന്നത്. കഅബാലയത്തിന്റെ ഉള്ളിലും പുറത്തും ബിംബങ്ങളെ നിറപ്പിച്ചതാരാ? അത് അല്ലാഹു അല്ലേ? അതിനെ തുടച്ചു കളയാൻ റബ്ബിന് കഴിയൂലേ? പക്ഷെ അത് റബ്ബിന്റെ ഹിക്മത്താ. ആ ഏറ്റവും വിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിൽ പോലും ബിംബങ്ങളെ കൊണ്ടുവെപ്പിച്ച്, അവരെ കൊണ്ട് പൂജ നടത്തിപ്പിച്ച്, അവരെ കൊണ്ട് ഇബാദത്ത് ചെയ്യിപ്പിച്ച്, അവരെ നരകാവകാശികളാക്കി റബ്ബ് തആല, പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങളാണ്.
അപ്പോൾ ഇപ്പോൾ ആയിട്ടില്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഇപ്പൊ നിന്റെ മുന്നിൽ തവാഫ് ചെയ്യണ്ട. നിന്റെ മുന്നിൽ തവാഫ് ചെയ്യാൻ ഏറ്റവും വലിയ നബിയും ഏറ്റവും വലിയ മഹാന്മാരൊക്കെ നിന്നിലേക്ക് വരാനിരിക്കുന്നുണ്ട്. നീ സമാധാനിക്ക് എന്ന് പടച്ച റബ്ബ് കഅബാലയത്തെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ അമറല്ലാഹു സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് റബ്ബ് കൽപ്പിച്ചു, സുലൈമാനെ മക്കത്തെ അൻയൻസില ബി മക്ക, കഅബാലയത്തിന്റെ അടുത്ത് നിങ്ങൾ ഒന്ന് വരണം, ഒന്ന് ഇറങ്ങണം. എന്നിട്ട് അങ്ങനെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു, വയുഖർബ ഖുർബാനൻ, അവിടെ ഒരു ഖുർബാൻ അർപ്പിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് റബ്ബ് തആല കഅബാലയത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ തിരിച്ചു വിളിക്കുകയും സുലൈമാൻ നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ അടുത്ത് വന്ന് അല്ലാഹു ഖുർബാൻ അർപ്പിക്കാൻ, ബലി അർപ്പിക്കാൻ കൽപ്പിച്ചതിന്റെ ഫലമായി അത് സുലൈമാൻ നബി അലൈഹിസ്സലാം നിർവഹിച്ചു. വദബഹ ഹൗലൽ കഅബ, കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തായി 5000 ഒട്ടകങ്ങളെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഖുർബാൻ അർപ്പിച്ചു, ബലിയറുത്തു. 5000 തൗർ, അതേപോലെ 5000 കാളകളെയും 5000 കാളകളെയും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ബലിയറുത്തു. 20,000 ആടുകളെയും സുലൈമാൻ നബി അലൈഹിസ്സലാം അന്ന് ബലിയറുത്തു എന്ന് പരിശുദ്ധമായ നുസ്ഹത്തുൽ മജാലിസിൽ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉലമാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വന്നതായി റിപ്പോർട്ട് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം മക്കത്തുനിന്ന് യാത്ര പോയി മദീനയിലൂടെ. മദീനത്തെത്തിയപ്പോൾ മഹാനവറുകൾ തന്റെ ശിഷ്യന്മാർക്ക് കൂടെയുള്ളവരോട് പറഞ്ഞുകൊടുത്തു, ഹാദിഹി ദാറുൽ ഹിജ്റ, ഇത് ദാറുൽ ഹിജ്റയാണ്, ഇത് ദാറുൽ ഹിജ്റയാണ്, ഇവിടേക്ക് ഹിജ്റ ചെയ്തു വരിക. നബിയു ആഖിറുസ് സമാൻ, ആഖിറുസ് സമാനിലെ നബി, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നാട്ടിലേക്ക് വരും. ആ അന്ത്യപ്രവാചകന്റെ നാടാണിത്. സുലൈമാൻ നബി പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, മാനവറുകൾ തൂബാ ലിമൻ ആമന ബി, ആ അന്ത്യപ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചവർക്ക് ഏറ്റവും വലിയ സന്തോഷം. വസദ്ദഖ, അന്ത്യപ്രവാചകനെ വിശ്വസിക്കുകയും സത്യമാക്കുകയും ചെയ്യുന്നവർ, അവർക്കാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയും ചെയ്തു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മളൊക്കെ അങ്ങോട്ട് ഹജ്ജിന് പോയാൽ ആ ഹജ്ജിന് എത്തും എന്ന സന്തോഷ വാർത്തയൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേരത്തെ അറിയിച്ചതും തീരുമാനിച്ചു വെച്ചതുമാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ അടുത്തേക്ക് വന്നു. മനുഷ്യരൂപത്തിൽ ദിഹിയത്തുൽ കൽബി എന്ന പേരുള്ള സുന്ദരനായ ഒരു സഹാബി ഉണ്ടായിരുന്നു. ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിലാണ് പലപ്പോഴും മനുഷ്യരൂപത്തിൽ ജിബ്രീൽ വരാറുള്ളത്. അല്ലെ, ആയിഷ ബീവി കണ്ടിട്ടുണ്ട്, പല ആളുകളും കണ്ടു. ആയിഷ ബീവി ചോദിച്ചു, മുത്തുനബി അത് ദിഹിയത്തുൽ കൽബി അല്ലേ? അല്ല ആയിഷ, അതാരാണ്? ജിബ്രീലാണ് അലൈഹിസ്സലാം. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, മനുഷ്യരൂപത്തിൽ ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കുതിരപ്പുറത്ത് വന്നു. മനോഹരമായ മഞ്ഞ നിറത്തിലുള്ള ഒരു തലപ്പാവ് ധരിച്ചുകൊണ്ട്, മഞ്ഞ നിറത്തിലുള്ള തലപ്പാവ് ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. വഫീ വജ്ഹി ഗുബാറുൻ, അവരുടെ മുഖത്ത്, ജിബ്രീലിന്റെ മുഖത്ത് പൊടിയുണ്ട്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൊടി അങ്ങനെ തുടച്ചു കൊടുത്തു. എന്താ ജിബ്രീലെ മുഖത്ത് പൊടി എന്ന്? പൊടി തട്ടി പൊടി തുടച്ചു. ഫമസഹഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സൗന്ദര്യമാണ്, ദിഹിയത്തുൽ കൽബി സുന്ദരനായിരുന്നു. അതേ രൂപത്തിലാണ് ജിബ്രീൽ വരാറുള്ളത്. നല്ല സുന്ദരൻ, നല്ല മഞ്ഞ തലപ്പാവ് ധരിച്ചുകൊണ്ട് മുഖത്ത് പൊടി കണ്ടപ്പോ മുത്തുനബിയെ തുടച്ചു കൊടുത്തു. എന്താണ് ജിബ്രീലെ ഇത്? മഹാദ, എന്താണ് ഈ പൊടി? ഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നൽ കറൂബിയ്യീന ഇസ്തഅദനു റബ്ബഹും ഫീ സിയാറത്തിൽ ബൈത്തുൽ ഹറാം. പരിശുദ്ധമായ മക്കത്തുള്ള മനോഹരമായ പരിശുദ്ധമായ കഅബാലയം സന്ദർശിക്കാൻ കറൂബിയീൻ എന്നറിയപ്പെട്ട, കറൂബിയൂൻ എന്നറിയപ്പെട്ട മലക്കുകൾ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവരെ മലക്കുകളാണ്. ഏഴാനാകാശത്തുള്ള പ്രത്യേകക്കാരായ മലക്കുകളാണ്. ഈ ഉമ്മത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മോട് വലിയ ഇഷ്കുള്ള ഒരു വിഭാഗം മലക്കുകളാണ് അൽ കറൂബിയൂൻ എന്നറിയപ്പെടുന്ന മലക്കുകൾ.
ആ മലക്കുകൾ റബ്ബിനോട് സമ്മതം ചോദിച്ചു, പടച്ചവനെ ഞങ്ങൾ ഭൂമിയിലേക്കൊന്ന് പോകട്ടെ. അവർക്കറിയാം, എന്തറിയാം, 7ാം ആകാശത്തുള്ള മലക്കുകൾ അവര് ബൈത്തുൽ മഅമൂറിനെയൊക്കെ തവാഫ് ചെയ്യുന്ന മലക്കുകളാണ് അവര്. ആ ബൈത്തുൽ മഅമൂർ കണ്ടവർക്കറിയാം, മലായിക്കത്തിനറിയാം, ഈ ബൈത്തുൽ മഅമൂറിന് ആകാശത്തിലെ ഈ പള്ളിയുടെ നേരെ തോട്ടില് ഭൂമിയിൽ ഒരു പള്ളിയുണ്ട്, ഒരു വിശുദ്ധമായ വീടുണ്ട്. റബ്ബേ ഞങ്ങളെ ഒന്ന് കാണാൻ പോട്ടെ എന്ന് ചോദിച്ചു ഈ കറൂബിയങ്ങളായ മലക്കുകൾ. അപ്പോൾ ഫാദിനലവും അല്ലാഹു അവർക്ക് സമ്മതം കൊടുത്തു. സമ്മതം കിട്ടിയപ്പോൾ ഫസ്ദഹമു അവരെല്ലാരും കൂടെ അങ്ങോട്ട് തിരക്കി ഇറങ്ങി. അവര് വിശുദ്ധമായ കഅബാലയം അവര് തവാഫ് ചെയ്തു. നബിയെ അവരങ്ങോട്ട് തിരക്കി. അവരുടെ തിരക്ക് കാരണം അവിടെ പൊടിപാറി. കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് അന്ന് പൊടിപാറി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും അയച്ചിരുന്നു അവരുടെ കൂടെ. കാരണം അറിയാനും പരിചയപ്പെടുത്താനും എന്നെ കൂടെ അയച്ചതാ. ഞാൻ അവരുടെ കൂടെ വന്നു, അവർക്ക് കാണിച്ചു കൊടുത്തു. അവരവിടെ തവാഫ് ചെയ്തു. അവര് തവാഫ് ചെയ്തപ്പോൾ അവർ ആവേശത്തോടുകൂടെ തവാഫ് ചെയ്തപ്പോ അടിച്ചു വീശിയ പൊടിയാണ് നബിയെ എന്റെ മുഖത്ത് പറ്റിയത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ് സൽ റബ്ബക, അങ്ങയുടെ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യണം. അയ്യുസ്ലിക ഉമ്മതക ഫീ സ്വാലിഹി ദുആഇഹിം, ആ മഹാന്മാരായ മലായികത്തിന്റെ ദുആയിൽ, ആ മലക്കുകളുടെ ദുആയിൽ നിങ്ങളുടെ ഉമ്മത്തിനെ ഉൾപ്പെടുത്താൻ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. ഫസഅല റബ്ബഹു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആ ചെയ്യുകയും ചെയ്തു. കറൂബിയങ്ങളായ മലായികത്തിന്റെ പ്രത്യേകത നമ്മോട് ഉമ്മത്ത് മുഹമ്മദിനോട് വല്ലാത്ത താല്പര്യവും ശഫഖത്തും ഇഷ്കും ഒക്കെ ഉണ്ട് എന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് റബ്ബേ അവരുടെ ദുആയിൽ, അൽ കറൂബിയങ്ങളായ മലായികത്തിന്റെ ദുആയിൽ എന്റെ ഉമ്മത്തിനെ ഉൾപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങിപ്പോയി. ജിബ്രീൽ അലൈഹിസ്സലാം പോയി. പിന്നെ പെട്ടെന്ന് കണ്ടു സരിയൻ, പെട്ടെന്ന് പിന്നെയും മുത്തുനബിയിൽ, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ ദുആ ചെയ്ത കാരണത്താൽ പടച്ച റബ്ബ് ഒരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ആ സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നത്. മൻ ഹജ്ജ ഹാദൽ ബൈത്ത് മിൻ ഉമ്മത്തിക, നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ഈ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് വന്ന് ആര് ഹജ്ജ് ചെയ്താലും ഫലഹു സവാബു മലായികത്തിസ് സമാ, ആകാശത്തുള്ള മലായികത്ത് ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് മലക്കുകൾ, ആ മലായികത്തിന്റെ മുഴുവനും കോലേ വൽ അർള്, ഭൂമിയിലുള്ള മലക്കുകൾ, ഭൂമിയിൽ കഅബാലയം തവാഫ് ചെയ്യുന്ന മലക്കുകളുണ്ട്, ഭൂമിയിലുള്ള മലക്കുകൾ, ആകാശത്തിലുള്ള മലക്കുകൾ, അവർക്കൊക്കെ കൊടുക്കുന്ന കൂലി അത് അങ്ങയുടെ ഉമ്മത്തിന് അല്ലാഹു നൽകുമെന്ന സന്തോഷ വാർത്ത റബ്ബ് തആല അറിയിച്ചിട്ടുണ്ട്. നബിയേ വലാ യർജിഉ ഇല്ലാ മഗ്ഫൂറൻ ലഹു, ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോ എല്ലാ പാപങ്ങളും കഴുകി ശുദ്ധിയാക്കിയിട്ടാണ് അവര് മടങ്ങിപ്പോവുക എന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത ജിബ്രീൽ അലൈഹിസ്സലാം അറിയിക്കാനാണ് പെട്ടെന്ന് പിന്നെയും മടങ്ങി വന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അറിയാത്ത, നമ്മൾ ചിന്തിക്കാത്ത കണക്കില്ലാത്ത കൂലിയാണ് മുഅ്മിനീങ്ങളെ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോയാൽ. അതിന് എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചാലും കോടികൾ ചെലവഴിച്ചാലും അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ മനോഹരമായ പ്രതിഫലം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രതിഫലങ്ങൾ, എങ്ങനെയാണത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രതിഫലങ്ങൾ. ആരൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകുന്നവർക്ക് വേണ്ടി കഴിഞ്ഞുപോയ നബിമാര് ദുആ ചെയ്തു. കോടിക്കണക്കിന് മലായികത്ത് അവര് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ മഹത്തായ സൗഭാഗ്യത്തിന്റെ ആത്മീയമായ വഴിയിലേക്കാണ്, അവിടേക്ക് പോകാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് നമുക്ക് പോകണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ കഅബാലയം, അല്ലാഹുവിന്റെ കഅബാലയം മഹ്ശറയിലേക്ക് കൊണ്ടുവരപ്പെടും. കഅബാലയത്തെ നോക്കണം. ബഹുമാനപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹ്ശറയിലേക്ക് കഅബയെ കൊണ്ടുവരും. കഅബ എന്ന് പറഞ്ഞാൽ എന്താ? അത് സാധാരണ ഒരു കെട്ടിടമല്ലല്ലോ. അത് സുഖലോക സ്വർഗത്തിൽ നിന്ന് അല്ലാഹു കൊടുത്തയച്ച യാഖൂത്തല്ലേ. ആ കഅബാലയത്തെ മഹ്ശറയിലേക്ക് മലായികത്ത് കൊണ്ടുവരും.
മലക്കുകൾ കൊണ്ടുവരാൻ അള്ളാഹു കൽപ്പിക്കും കഅബാലയത്തെ മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ അതിനെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ചൊല്ലും ഫയുനാദി മലക്കുൻ ബിൽ കഅബ, കഅബാലയത്തെ കൊണ്ടുവരാനായിട്ട് മലക്ക് ചെന്ന് വിളിക്കും യാ കഅബത്തുല്ലാഹ്, യാ കഅബത്തുല്ലാഹ് സീരി, അല്ലാഹുവിന്റെ കഅബാലയമേ നീ മഹ്ശറിലേക്ക് വരണം, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അപ്പൊ കഅബാലയം പറയും ഇല്ല ഹത്താ തോത്തിയ സുഅലി, എനിക്ക് കിട്ടാനുള്ളത് കിട്ടാതെ ഞാൻ വരൂല. കഅബാലയം പറയും മഹ്ശറയിലേക്ക് മലക്ക് ക്ഷണിക്കുമ്പോൾ ഇല്ല ഞാൻ വരൂല, എനിക്ക് തരാനുള്ളത് തരാതെ കിട്ടാനുള്ളത് കിട്ടാതെ. അപ്പോൾ എന്താണ് നിനക്ക് കിട്ടാനുള്ളത്? ഫയുഖാലു സലീനി, ചോദിച്ചോളൂ. ഫതഖൂലു, അപ്പോൾ കഅബാലയം പറയും റബ്ബേ യാ റബ്ബി ശഫ്ഫിനി ഫീ ജീറാനി അല്ലദീന ദുഫിനു ഹൗലി മിനൽ മുഅ്മിനീൻ, എന്റെ ചുറ്റുഭാഗത്ത് ഈ ഹറമിന്റെ പരിധിയിൽ മക്കത്ത് എന്റെ ചുറ്റുഭാഗത്ത് മരണപ്പെട്ട് ഖബറടക്കം ചെയ്യപ്പെട്ട എന്റെ അയൽക്കാർ, അവരാണ് എന്റെ ജീറാൻ. കഅബാലയം പറയും അല്ലാഹുവേ പടച്ചവനെ എനിക്ക് കിട്ടേണ്ടത് എന്താണ്, നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോ റബ്ബേ യാ റബ്ബി, പടച്ചവനെ എനിക്ക് ശഫാഅത്തിന് അധികാരം തരണം. ശഫാഅത്തിന് ആർക്ക്? ശഫാഅത്തിന് ഫീ ജീറാനി, എന്റെ അയൽക്കാർക്ക്. കഅബാലയം പറയും എന്റെ അയൽക്കാർക്ക് ശഫാഅത്തിന് അധികാരം തരണം. ആരാ? കഅബയുടെ അയൽക്കാര്. അല്ലദീന ദുഫിനു ഹൗലി, എന്റെ ചുറ്റുഭാഗത്ത് ഖബറടക്കം ചെയ്യപ്പെട്ടവർ. വിശുദ്ധമായ മക്കയിൽ ഹറമിന്റെ പരിധിയിലുള്ള ഖബർസ്ഥാനുകളിലൊക്കെ ഖബറടക്കം ചെയ്യപ്പെട്ടവർ. മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾ, അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം എനിക്ക് തരണം, അത് തന്നാ ഞാൻ വരാം. ഫയുഖാലു ലഹാ, അപ്പോൾ പറയപ്പെടും ഖദ് അഅതൈതുക സുഅലക്, നീ ചോദിച്ചത് നിനക്ക് തന്നു, നിന്റെ ജീറാൻ അയൽക്കാർക്ക് ശഫാഅത്തിനുള്ള അധികാരം തന്നു. തുമ്മയുക്കാലു, അപ്പോൾ മലക്ക് പിന്നെ പറയും യാ കഅബത്തുല്ലാഹി സീരി, അല്ലാഹുവിന്റെ കഅബാലയമേ എന്റെ കൂടെ പോരണം. അപ്പോഴും കഅബാലയം പറയും ഒന്നുകൂടെ എനിക്ക് കിട്ടാനുണ്ട്. ഹത്താ ഉഅ്തിയ സുഅലി, ഒന്നുകൂടെ എനിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ചോദിക്കും എന്താ നിനക്ക് കിട്ടാനുള്ളത്? റബ്ബേ യാ റബ്ബി ഇബാദുകൽ മുദ്നിബൂൻ, പടച്ചവനെ നിന്റെ പാപികളായ അടിമകൾ, ദോഷികളായ അടിമകൾ, അവര് അല്ലദീ ജാഊനി, എന്നിലേക്ക് വന്നു. ആ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ, പാപം പൊറുപ്പിക്കാൻ, മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാപത്തിന്റെ കൂമ്പാരവുമായി എന്നിലേക്ക് വന്നു. ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ വന്ന പാപികളുണ്ടല്ലോ റബ്ബേ, അവർക്ക് അസ്അലുക അൻ തുഅ്മിനു മിനൽ ഫസഇൽ അക്ബർ, ഏറ്റവും വലിയ ഭയത്തിന്റെ വപ്രാളത്തിന്റെ ദിവസം, ഫസഉൽ അക്ബറിന്റെ ഈ മഹ്ശറയുടെ ദിവസം, പടച്ചവനെ അവരെ നീ ഭയപ്പെടുത്തരുത്, അവർക്ക് നീ സമാധാനം കൊടുക്കണം, അവരെ നീ നിർഭയത്വത്തിലാക്കണം, അവരെ നീ രക്ഷപ്പെടുത്തണം റബ്ബേ. ഫയുനാദി, അപ്പോൾ വിളിച്ചു പറയുന്നു അലാ മൻ സാറൽ കഅബ, അപ്പോൾ മഹ്ശറയിൽ ഒരു വിളിയാണ് അലാ മൻ സാറൽ കഅബ, കഅബാലയത്തിലേക്ക് പോയവരെ, കഅബാലയത്തിലേക്ക് പോയവരെ നിങ്ങൾ ഇങ്ങോട്ട് മാറൂ, നിങ്ങൾ ഇങ്ങോട്ട് മാറൂ, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയും. അവരൊരു ഭാഗത്തേക്ക് മാറി നിൽക്കും. വിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്ത് സിയാറത്തിന് പോയവർ, ഹജ്ജിന് പോയവർ, ഉംറക്ക് പോയവർ, ഹജ്ജും ഉംറയും കബൂലായവർ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹജ്ജും ഉംറയും മഖബൂലായി ചെയ്ത ആളുകൾ അവരോട് പറയും കഅബാലയത്തെ ഹഖായ നിലയിൽ സിയാറത്ത് ചെയ്തവരുണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറയും. അവരെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു. പിന്നെ മലക്ക് വിളിക്കുന്നു യാ കഅബത്തുല്ലാഹി സീരി, അല്ലാഹുവിന്റെ കഅബാലയമേ ഇനി എന്റെ കൂടെ വരണം. അപ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കഅബാലയം മഹ്ശറയിലേക്ക് പുറപ്പെടുകയാണ്. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ കഅബാലയം പുറപ്പെടുകയാണ്. കഅബാലയം മഹ്ശറയിലേക്ക് അങ്ങനെ വരാം. കഅബാലയം മഹ്ശറയിലേക്ക് വന്നാൽ ഈ മാറ്റി നിർത്തിയ ആളുകൾ, കഅബാലയത്തിലേക്ക് ചെന്നവർ, ഹജ്ജിനും ഉംറക്കും പോയവർ, അത് കബൂലായ ഭാഗ്യവാന്മാർ, അവരെ അല്ലാഹു ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരോട് കഅബാലയത്തിന്റെ കൂടെ കൂടാൻ പറയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ ഏറ്റവും നല്ല സൗന്ദര്യത്തോടെ അണിഞ്ഞൊരുക്കിയിട്ട് മലായികത്ത് കഅബാലയത്തെ ഒരു അറൂസിനെ
ഒരു പുതുമണവാളനെ, ഒരു പുതുനാരിയെ, ഒരു മണവാട്ടിയെ അണീച്ചൊരുക്കി കൊണ്ടുവരുന്നത് പോലെയാണ് കഅബാലയത്തെ മഹാന്മാരായ മലായികത്ത് മഹ്ശറിലേക്ക് കൊണ്ടുവരിക. അതൊക്കെ കാണാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു വിഭാഗം ആളുകളെ മഹ്ശറിൽ അല്ലാഹു മാറ്റി നിർത്തി. എന്തിന്? കഅബാലയം വരാൻ പോകാണ്. അണിഞ്ഞൊരുങ്ങി ഏറ്റവും വലിയ മനോഹരമായ ഏറ്റവും വലിയ സൗന്ദര്യത്തിൽ കഅബാലയം അണിഞ്ഞൊരുങ്ങി മലായികത്ത് കഅബാലയത്തെ കൂട്ടിക്കൊണ്ടുവരാ. കഅബാലയം മഹ്ശറിലേക്ക് വരുമ്പോ ഈ മാറ്റി നിർത്തിയ ആളുകളോട് പറയും, നിങ്ങൾ കഅബയുടെ ആളുകളാണ്, നിങ്ങൾ കഅബയുടെ കൂടെ കൂടിക്കോളൂ എന്ന്. അവര് ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്യുന്നത് പോലെ അവര് കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് കൂടും. കുറെ ഭാഗ്യവാൻ കഅബാലയത്തിന്റെ ആ അലങ്കരിക്കപ്പെട്ട മനോഹരമായ വസ്ത്രങ്ങളിൽ കഅബാലയത്തിന്റെ കില്ലകളിൽ അവര് പിടിച്ചു തൂങ്ങും. അങ്ങനെ വിശുദ്ധമായ കഅബാലയത്തെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ കഅബാലയത്തിന്റെ കൂടെ ആ ആളുകൾ നേരെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പോകുന്ന സമയത്ത് കഅബാലയം എന്നെ കാണും. മുത്തുനബി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ കാണും. മഹ്ശറയിൽ അർശിന്റെ തൊട്ടടുത്താണ് മുത്തുനബിക്കുള്ള മിമ്പർ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. കഅബാലയം എന്നെ കാണും. സ്വർഗത്തിലേക്ക് നേരെ കഅബയുടെ ആളുകളുമായി കഅബാലയം പോകുമ്പോൾ കഅബാലയം പറയും എന്നോട്, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, ഇസ്തഗിൽ ബിമൻ ലം യസുർനി, എന്റെ അടുത്തേക്ക് വരാത്ത അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ടവർ അവരുടെ കാര്യം നിങ്ങൾ നോക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കഅബാലയം പറയുമെന്ന് മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ വന്ന് കണ്ടവർ, എന്നിലേക്ക് ഹജ്ജിനും ഉംറക്കും വന്നവർ, അവരെ ഞാൻ ഏറ്റെടുത്ത് അവരെ ഞാൻ കൊണ്ടുപോകുക. എന്നിലേക്ക് വരാത്ത അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ടവർ അവരുടെ കാര്യം നിങ്ങൾ നോക്കണമെന്ന് മുത്തുനബിയോട് കഅബാലയം പറയും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅമ്മാ മൻ സാറനി ഫഹുവ ഫീ ശഫാഅത്തി, എനിക്കന്ന് ശഫാഅത്തിന് അധികാരം തന്നിട്ടുണ്ട്. കഅബാലയം പറയും, നബിയെ അങ്ങ് ബേജാറാവണ്ട, എന്നിലേക്ക് വന്ന ആളുകൾ അവരെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ബാക്കിയുള്ള ആളുകൾ അവരുടെ കാര്യം നിങ്ങൾ നോക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു. ബഹുമാനപ്പെട്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. മഹാനായ ഷറഫുൽ മുസ്തഫ എന്ന കിതാബിൽ മുത്തുനബിയുടെ ഷറഫ്, റസൂലുള്ളാഹിന്റെ ഷറഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ്, ശ്രേഷ്ഠത, ആ ശ്രേഷ്ഠത പറയുന്ന ഒരു കിതാബിൽ പറയുന്നുണ്ട്, ഇന്നൽ കഅബത, ഇത് മഹ്ശറയിലെ കാര്യമല്ല പറയുന്നത്, ദുനിയാവിലെ കാര്യം. മഹ്ശറയിലെ കാര്യമല്ല പറയുന്നത്, ദുനിയാവിലെ കാര്യം. ഇന്നൽ കഅബത തസ്തഅദിനു റബ്ബഹ, കഅബാലയം റബ്ബിനോട് സമ്മതം ചോദിക്കും. എന്തിനാ സമ്മതം? ചിന്തിക്കണം. ഫീ സിയാറത്തി ഖബ്റിൽ മുസ്തഫ, മക്കയിലെ കഅബാലയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്ത് പോയി സിയാറത്ത് ചെയ്യാൻ കഅബാലയം റബ്ബിനോട് സമ്മതം ചോദിക്കും. അല്ലേ മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ബുദ്ധിക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അല്ലേ? നമ്മളപ്പോഴും യുക്തിവാദത്തിലാണ്. എങ്ങനെ മണ്ണും കല്ലും കട്ടയും കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടം അവിടുന്ന് ഇളകിപ്പോയി മദീനത്തേക്ക് പോകാൻ സമ്മതം ചോദിക്കുക എന്നാണ് നമ്മുടെ ബുദ്ധി അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, ഭൂമി വർത്താനം പറയും, ഭൂമി വിളിച്ചു പറയും. അപ്പൊ നമുക്ക് ബോധ്യപ്പെടും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെ? നമ്മൾ ഹറാമ് ചെയ്ത മണ്ണ് ആരും അറിയാതെ നമ്മൾ തെറ്റ് ചെയ്ത ആ സ്ഥലം വിളിച്ചു പറയും, പഠിച്ചോനെ ഇതാ ഇവിടെ കടന്നിട്ട് ഹറാമ് ചെയ്തോനാ, ഇതാ ആരും അറിയാതെ ഇവിടെ വന്ന് കള്ളുടിച്ചോനാ എന്ന് അപ്പൊ നമുക്ക് ബോധ്യപ്പെടും ഇതൊക്കെ സത്യമായിരുന്നു. പാറപ്പുറത്ത് ചെന്നിരുന്ന് ആരും അറിയാതെ ഏതെങ്കിലും മലയുടെ മുകളിൽ പാറപ്പുറത്ത് ചെന്നിരുന്ന് കൂട്ടുകാരോടൊപ്പം ചെന്ന് തെമ്മാടിത്തരം കള്ളുടിച്ച് കൂത്താടും അപ്പൊ ആരെ പറയാൻ കഴിയാ? അല്ലേ? എന്താണ് ഒരു മാംസകഷ്ണം, ആ മാംസകഷ്ണത്തിന് വർത്താനം പറയാൻ അള്ളാഹ് കഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹ്ക്ക് കല്ലിന് സംസാരിക്കാൻ അള്ളാഹ്ക്ക് കഴിവ് കൊടുത്തൂടെ? മണ്ണിന് സംസാരിക്കാൻ അള്ളാഹ്ക്ക് കഴിവ് കൊടുത്തൂടെ? നമുക്ക് സംസാരിക്കാൻ കഴിവ് അള്ളാഹ്ക്ക് തരാമെങ്കിൽ, നമുക്ക് നടക്കാൻ അള്ളാഹുവിന് കഴിവ് തരാമെങ്കിൽ പഠിച്ചോനല്ലേ ഈ കഴിവ് നഷ്ടപ്പെടുന്നവന് പഠിച്ചോനല്ലേ? അനങ്ങാൻ കഴിയില്ലല്ലോ പിന്നെ. അല്ലെ? ഇപ്പൊ നമ്മള് വലിയ എനിക്ക് നടക്കാൻ കഴിയും,
എനിക്കിപ്പോ നടക്കാൻ കഴിയും, എനിക്ക് ഇവിടുന്ന് പോയി മദീനത്ത് പോയി സിയാറത്ത് ചെയ്യാൻ കഴിയും. കഅബാലയത്തിന് അത് കഴിയൂല, കാരണം കഅബാലയത്തിന് ജീവല്ലല്ലോ അല്ലേ. നമുക്കിപ്പോ അഹങ്കാരം തോന്നാം, നമുക്ക് പോകാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പോകാൻ കഴിയുമെന്ന് ആ റൂഹ് വേർപ്പെടുത്തിയാൽ നഷ്ടപ്പെടുത്തിയാൽ, ആ നഷ്ടപ്പെടുത്തിയ പിന്നെ നമ്മളവിടെ കടന്നോലെ ഈ കല്ല് കിടക്കും പോലെ നമ്മൾ ചിന്തിക്കണം. പിന്നെ നമുക്ക് അനങ്ങാൻ കഴിയോ, വർത്തമാനം പറയാൻ കഴിയോ? ഈ റൂഹ് വേർപ്പെടുത്തിയാൽ നമ്മൾ കല്ല് കിടക്കും പോലെ നമ്മളും കിടക്കണ്ടേ? റൂഹ് തന്നപ്പോഴല്ലേ നമുക്ക് നടക്കാനും സംസാരിക്കാനും കഴിവുണ്ടായത്? ഇത് തന്ന അള്ളാഹുവിന് കല്ലിനും മണ്ണിനും പോകാൻ കഴിവ് കൊടുത്തൂടെ, സംസാരിക്കാൻ കഴിവ് കൊടുത്തൂടെ? അപ്പൊ ഇത് വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നിഷേധിക്കല. ഇത് ഖുർആനാ, ഇത് മുത്തുനബി പറഞ്ഞതാ. അള്ളാഹിന്റെ ഖുദ്റത്തിനെ അംഗീകരിക്കണം. പടച്ചറപ്പ് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ കഅബാലയം റബ്ബിനോട് സമ്മതം വാങ്ങാണ്. പടച്ചവനെ, എനിക്ക് മുത്തുനബിയെ സിയാറത്ത് ചെയ്യണം. എന്റെ സമ്മതം ചോദിക്കൂലേ? കാരണം കഅബാലയം കരഞ്ഞിട്ടില്ലേ? നബിയെ, നിങ്ങൾ മദീനത്തേക്ക് പോകുകയാണെന്ന് ചോദിച്ച് കരഞ്ഞില്ലേ? ഇത് സ്വഹീഹായ ഹദീസല്ലേ? അള്ളാന്റെ റസൂലെ, അങ്ങ് ഞങ്ങളെ വിട്ടു പോകുകയാണോ എന്ന് കഅബാലയം കരഞ്ഞിട്ടില്ലേ? ആ കഅബാലയത്തിന് സങ്കടമുണ്ട്. മുത്തുനബി മദീനത്തേക്ക് പോയതിൽ സങ്കടമുണ്ട്. അവിടെ പോയി വഫാത്തായി. അപ്പൊ കഅബാലയത്തിന്റെ ആഗ്രഹമാണ് റബ്ബേ ആ മുത്ത് ഹബീബിനെ, കാരണം എല്ലാ പടപ്പുകളെയും കഅബാലയത്തെ വരെ സൃഷ്ടിക്കാൻ കാരണമായ വിശുദ്ധനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി കഅബാലയം സമ്മതം ചോദിക്കും. അപ്പൊ കഅബാലയത്തിന് അള്ളാഹു സമ്മതം കൊടുക്കും. അങ്ങനെ കഅബാലയം മദീനത്ത് സിയാറത്തിന് പോയി, സലാം പറഞ്ഞു. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ നബിയല്ലാഹ്, അള്ളാന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഹ്തം ബിസലാത്ത, മൂന്ന് വിഭാഗം ആളുകളുടെ കാര്യത്തിൽ അങ്ങ് വിഷമിക്കണ്ട. കാരണം റസൂലുള്ളാഹിക്ക് ആകെ ഒരു വിഷമേ ഉള്ളൂ. എവിടെയും മുത്തനബിക്ക് ഒരു ടെൻഷനേ ഉണ്ടായിട്ടുള്ളൂ. എന്താ ടെൻഷൻ? ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി. അതന്നെ. മിഅ്റാജിന്റെ രാത്രി റബ്ബിന്റെ മുന്നിൽ ചെന്നിരുന്നപ്പോ എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ അപ്പോഴും പറഞ്ഞു എന്റെ ഉമ്മത്തിന്. മരിക്കുന്ന സമയത്തും റസൂലുള്ളാഹിക്ക് പറഞ്ഞത് എന്റെ ഉമ്മത്ത്. അപ്പൊ ഇത് വിശുദ്ധമായ കഅബാലയത്തിനും അറിയാം. കാരണം കഅബത്തിങ്കൽ വന്നിട്ട് പറയാനുള്ളതും എന്റെ ഉമ്മത്തിന്റെ കാര്യം. അള്ളാന്റെ റസൂല് കഅബയിലേക്ക് വരുമ്പോ ഹജ്ജത്തുൽ വദായിന് വന്നപ്പോഴും ഉംറക്ക് വന്നപ്പോഴും അള്ളാന്റെ റസൂലിന് കഅബാലയത്തിൽ വന്ന് പറയാനുള്ളതും മുത്തുനബിയുടെ സ്വന്തം കാര്യമല്ല, കുടുംബത്തിന്റെ കാര്യമല്ല, ഉമ്മത്തിന്റെ കാര്യമാണ്. അത് കഅബാലയത്തിന് അറിയാം. കഅബാലയം മദീനത്തിൽ ചെന്നു മുത്തുനബിയോട് പറഞ്ഞു, അള്ളാന്റെ റസൂല്, അങ്ങയുടെ ഉമ്മത്തിൽ മൂന്ന് വിഭാഗം ആളുകളുടെ കാര്യത്തിൽ അങ്ങ് ടെൻഷൻ ആവണ്ട, വിഷമിക്കണ്ട. എനിക്ക് ശഫാഅത്തുള്ള അധികാരം അള്ളാഹ് തരും. അത് അള്ളാഹ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനാണ് പിന്നെ ചോദിച്ചു വാങ്ങുന്നത്. ഞാൻ പോരൂല എന്ന് പറഞ്ഞത് എന്താ? അതൊരു വാശിയല്ല. മഹ്ശറയിലേക്ക് പോരാൻ പറഞ്ഞപ്പോ എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയാലേ ഞാൻ കിട്ടാനുള്ളതാണ് ഇതാണ് നേരത്തെ അള്ളാഹ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റബ്ബ് തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം കഅബാലയം മുത്തുനബിയോട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട മൂന്ന് വിഭാഗം ആളുകൾക്ക് ശഫാഅത്തിനുള്ള അധികാരം ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ അങ്ങ് വിഷമിക്കണ്ട, അവരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. വിശുദ്ധമായ കഅബാലയം പറഞ്ഞു, ഒരു വിഭാഗം മൻ ത്വാഫ ബി, എന്നിൽ വന്ന് തവാഫ് ചെയ്തവർ. രണ്ടാമത്തെ വിഭാഗം വമൻ ഖറജ വലം യബ്ലുഗ്നി, നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പക്ഷെ എത്താൻ കഴിയാത്തവർ. അല്ലെ, ചില ആളുകള് പുറപ്പെട്ടു പക്ഷേ പിന്നെ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, ഒരുങ്ങി, പൈസക്ക് അടച്ചു, പക്ഷെ പിന്നെ പോകാൻ കഴിയാൻ മരിച്ചു. അല്ലെങ്കിൽ യാത്രക്കിടയിൽ മരിച്ചു. അല്ലാഹുവിന്റെ റസൂല് വന്ന ആളുകൾ, എന്നെ തവാഫ് ചെയ്ത ആളുകൾ, പുറപ്പെട്ടിട്ട് എത്താൻ കഴിയാത്ത ആളുകൾ. പിന്നെ മൂന്നാമത്തെ ഒരു വിഭാഗവും വമൻ ഇസ്തഹൽ ഉസൂല ഇലയ്യ, എന്നിലേക്ക് എത്താൻ അവർ വല്ലാതെ മോഹിച്ചു, ആഗ്രഹിച്ചു. പക്ഷേ ഫലം യജിദ് സബീല, അവർക്ക് വരാൻ കഴിഞ്ഞില്ല. പൈസ അല്ലാത്തതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തടി കൊണ്ട് കഴിയാത്തതുകൊണ്ട് അവർക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷെ അവർ വല്ലാതെ പോയവരെക്കാൾ അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. പോയവരെക്കാൾ അവർ വല്ലാതെ കൊതിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. കഅബാലയം പറയും മുത്തുനബിയോടും, നബിയെ, എന്നിലേക്ക് വരാൻ, ഹജ്ജിന് വരാൻ, ഉംറക്ക് വരാൻ അവർ വല്ലാതെ മോഹിച്ചവരുടെ മോഹം വല്ലാതെയായിരുന്നു. പക്ഷെ പണമില്ലാത്തതുകൊണ്ട് അവർക്ക് വരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് അവർക്ക് വരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് ടിക്കറ്റ് കിട്ടിയില്ല, അപ്രാവശ്യം അവർക്ക് നറുക്കെടുപ്പിന് കിട്ടിയില്ല, അവർക്ക് വരാനുള്ള വഴി ഒരുങ്ങിയില്ല. പക്ഷെ അവർക്കതൊരു വലിയ സങ്കടം ഉണ്ടായി. പിന്നെ അടുത്ത കൊല്ലം കഴിഞ്ഞില്ല, അതിനിടക്ക് മരിക്കുകയും ചെയ്തു. അങ്ങനത്തെ ആളുകൾ, ഈ മൂന്ന് പോയ ആളുകൾ
പോയിട്ട് പുറപ്പെട്ടിട്ട് എത്താത്ത ആളുകൾ, പിന്നെ പുറപ്പെടാൻ ആഗ്രഹിച്ച ആളുകൾ, ഈ 3 വിഭാഗം ആളുകളെ അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് വിശുദ്ധമായ കഅബാലയം പറയുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇത് ഒരു അത്ഭുതകരമായ ഒരു സംവിധാനമാണ്. ഇത് വലിയൊരു അത്ഭുതകരമായ സംവിധാനമാണ്. 7ാമത്തെ ആകാശത്തിൽ കോടിക്കണക്കിന് മലായിക്കത്തെ ഇബാദത്ത് ചെയ്യുന്ന ആകാശത്തിലെ ബൈത്തുൽ മഅമൂർ എന്ന ആകാശത്തിലെ പള്ളി, ആ പള്ളി കേന്ദ്രമായി ഓരോ ആകാശത്തിലും അങ്ങനെയുള്ള മനോഹരമായ ഭവനങ്ങൾ, അത് ഭൂമിയിൽ വിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ലക്ഷക്കണക്കിന് പള്ളികൾ, ആ പള്ളികളിൽ ഇബാദത്ത് ചെയ്യുന്ന കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ, നമ്മുടെയൊക്കെ ആത്മീയമായ ബന്ധം ആ കഅബാലയത്തിലേക്കാ. എവിടെ നോക്കി രാത്രി കടന്നുറങ്ങുമ്പോ എങ്ങനെ കിടക്കാനാ പറഞ്ഞത് അല്ലേ? ഏറ്റവും അഫ്ളലായ രൂപം നെഞ്ചും മുഖവും ഖിബ്ലയിലേക്ക് തിരിച്ചുകൊണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും സുന്നത്തായ രൂപം ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കുക അല്ലേ? ഒന്നുണ്ടാക്കുമ്പോ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ഒന്നുണ്ടാക്കുക സുന്നത്താണ്. ഭക്ഷണം കഴിക്കുമ്പോ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കൽ സുന്നത്താണ്. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഇബാദത്ത് ചെയ്യുമ്പോഴൊക്കെ ദിക്ർ ചൊല്ലാനിരിക്കുമ്പോ ഖുർആൻ ഓതാനിരിക്കുമ്പോ ഒക്കെ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുക. അവസാനം നമ്മൾ മരിച്ചാൽ നമ്മളെ ഖബറിൽ കൊണ്ടുപോയി കിടത്തുന്നതും എങ്ങനെ? ഖിബ്ലയിലേക്ക്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുക. വിശുദ്ധമായ കഅബാലയം ഭൂമിയുടെ നടുവിലാണ്. ഇന്ന് ഭൂമിശാസ്ത്രകാരന്മാര് ഭൂമിയുടെ അളവ്, ഭൂമിയിൽ കരയുള്ള അളവ്, കടലാണ് കൂടുതലുള്ളത്, ഭൂമിയിലെ ഏറ്റവും കൂടുതൽ വെള്ളമാണ്, പിന്നെ കര, ഈ കരാഭാഗം തന്നെ ഭൂമിയിൽ പരന്നു കിടക്കുന്നത്, അതിന്റെ അളവും അതിന്റെ ഒക്കെ പരിശോധിച്ച് ഇന്ന് ഭൂമിശാസ്ത്രകാരന്മാർ പറഞ്ഞു ഈ കഅബാലയം എന്ന് പറഞ്ഞ ഭൂമിയുടെ മധ്യത്തിലാണ്, നടുഭാഗത്താണ്. അല്ലാഹു അത് അങ്ങനെ തന്നെ നിശ്ചയിച്ചു. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ ഭൂലോകത്ത് കഅബാലയം നടുക്ക്, ആ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു കിടക്കുകയാണ് ആര്? മുഅ്മിനീങ്ങൾ, മരിച്ചു കിടക്കുന്ന മുഅ്മിനീങ്ങൾ. മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ മരിച്ചു കിടക്കുന്ന മുഅ്മിനീങ്ങളെ നമ്മൾ കൊണ്ടുപോയി കടത്തി ഖിബ്ലയുടെ ഭാഗത്തേക്ക്. ഓരോ നാട്ടിലും ഈ ഭൂമിയുടെ സംവിധാനം നമ്മൾ ചിന്തിക്കണം. നടുവിൽ കഅബാലയം, മരിച്ചുപോയ എല്ലാ നബിമാരും, മരിച്ചുപോയ എല്ലാ ഔലിയാക്കളും മഹാന്മാരും മുഅ്മിനീങ്ങളും എല്ലാവരും ആ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു കിടക്കുക. മരിച്ചവർ ഭൂമിയുടെ ഉള്ളിൽ തിരിഞ്ഞു കിടക്കുക. ഭൂമിയുടെ മുകളിലുള്ളവർ അവര് നിസ്കരിക്കുമ്പോ, ഇബാദത്ത് ചെയ്യുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, വെള്ളം കുടിക്കുമ്പോ, അവർ ഒന്നുണ്ടാക്കുമ്പോ, അവർ കടന്നുറങ്ങുമ്പോ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അവർ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു കിടക്കുക. ഖബറിൽ ചില ആളുകളെ അള്ളാഹു ഖിബ്ലയിൽ നിന്ന് തിരിച്ചു കടത്തും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലേ? കള്ളുകുടിയന്മാരായ ആളുകൾ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ അവരെ അള്ളാഹ് റസൂൽ എണ്ണി അവരെ തിരിച്ചു കടത്തും. അതേപോലെ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത ആളുകളെ, കഅബാലയത്തിന്റെ അഹലുകാരല്ലാത്ത ആളുകൾ അല്ലേ, കഅബയുടെ ആളുകളല്ലാത്തവർ, അവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ ആണെങ്കിൽ പോലും തിരിച്ചു കടത്തും. ദുനിയാവിലും അതിനുള്ള ഭാഗ്യം കുറയും. ജീവിച്ചിരിക്കുമ്പോഴും കഅബയിലേക്ക് തിരിയാൻ
നമ്മൾ പറയും പടിഞ്ഞാട്ടൊക്കൊന്ന് തിരിഞ്ഞൂടെ എന്ന് പറയും. ഈ തിരിയാനുള്ള അവസരങ്ങൾ പരമാവധി കുറക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് കഅബയുടെ ആളുകളാവാൻ, കഅബയുടെ അഹലുകാരാവാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ, നമുക്ക് കഅബാലയത്തിന്റെ ശഫാഅത്ത് കിട്ടണം, മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടണം, ഖുർആനിന്റെ ശഫാഅത്ത് കിട്ടണം, റമദാനിന്റെ ശഫാഅത്ത് കിട്ടണം. ഏത് ശഫാഅത്ത് കിട്ടിയിട്ടാണ് രക്ഷപ്പെടാൻ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ഹജ്ജിന് പോയവരുണ്ട്, സ്വീകരിച്ചോ ഇല്ലേ റബ്ബിനെ അറിയൂ. പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. പോയവർക്ക് തന്നെ പിന്നെയും പോകാൻ മോഹമുണ്ട്, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് പണം? എന്തിനാണ് പണം? നമ്മൾ ആലോചിക്കണം, എന്തിനാ ചിന്തിക്കണ്ടേ? നമ്മൾ പറഞ്ഞതല്ല, ഇപ്രാവശ്യം തന്നെ 2 വട്ടം പറഞ്ഞത് ഓർമ്മ, അത് 3-ാമത്തോട്ടാ പറയുന്നത്. മുത്തനബി പറഞ്ഞത് എന്താ? സൗകര്യം ഉണ്ടായിട്ട് ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ യഹൂദിയായിട്ട് നസ്രാനിയായിട്ട് മരിച്ചു പോയിക്കോട്ടെ എന്നല്ലേ മുത്തനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വലിയ തമ്മാടികളോട് പറഞ്ഞോ? ഇത് കള്ളുടയന്മാരോട് പറഞ്ഞോ? ഹജ്ജിന് പോകാത്തവരോടാ പറഞ്ഞത്. പണമുണ്ടായിട്ട് ഹജ്ജിന് പോകാതിരുന്നാൽ ഇത് എത്ര ഗൗരവം! ഇത് 5 ഫർള് ഇസ്ലാമിലെ ഇസ്ലാം കാര്യങ്ങൾ, 5 നിർബന്ധമായ കാര്യങ്ങളിൽ ഒന്നല്ലേ ഹജ്ജ്. ഞാനിത് ഇങ്ങനെ ഗൗരവത്തോടെ നമ്മളുടെ ഹജ്ജ് ഗ്രൂപ്പിന്റെ ആളായിട്ടല്ല, മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഇന്ന് പിന്നെ ഗ്രൂപ്പുകാർക്ക് ഇപ്പൊ ഇങ്ങനെ വയലുപറഞ്ഞ ആളുണ്ടാക്കും വേണ്ട. കാരണം ഇപ്പൊ ഗ്രൂപ്പിലുള്ള ആളാണ്, ആള് കുറവുണ്ടാവും, പിന്നെ 4 ആളെ കിട്ടാൻ വേണ്ടിട്ട് പൊടിപ്പെടുത്താണ്. അങ്ങനെയല്ല, നമ്മളൊരു ഗ്രൂപ്പിന്റെ ആളും അല്ല. ഇനി ഗ്രൂപ്പിന്റെ ഇപ്പൊ ഗ്രൂപ്പിന്റെ ആൾക്കാരെ സംബന്ധിച്ചപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കും നമ്മൾ ചെന്ന് ഇപ്പൊ ഒക്കെ ഫുള്ളാണ്. നമ്മൾ അന്വേഷിച്ചിടത്തൊക്കെ ഫുള്ളാ, സീറ്റ് കിട്ടാറില്ല. പിന്നെ നമ്മളിത് അതിനാളുണ്ടാക്കാൻ വേണ്ടി പറയുന്നല്ല. ഗൗരവം മനസ്സിലാക്കണം. ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു യാത്രയും, അത് കേവലം ഒരു ടൂറും ഒന്നുമല്ല. അത് നമ്മുടെ നിർബന്ധമായ കാര്യമാണ്. നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഒരു ഹദീസ് ഇന്നലെ ഈ വിഷയത്തിന് നോക്കുന്ന സമയത്ത് ഒരു ഹദീസ് കണ്ട് വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി. ആ ഹദീസ് കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി മുഅ്മിനീങ്ങളെ. മഹാനായ സയ്യിദുനാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിനദ് ദുനൂബി ദുനൂബ, പാപങ്ങളിൽ ചില പാപങ്ങളുണ്ട്, ലാ യുകഫിറുഹാ ഇല്ലൽ വുഖൂഫ് ബിഅറഫ, അറഫയിൽ നിന്നാലേ ആ പാപങ്ങൾ പൊറുപ്പിക്കാൻ കഴിയൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കണം, അറഫയിൽ നിന്നാലേ ആ പാപങ്ങൾ പൊറുക്കുള്ളൂ. അങ്ങനത്തെ ചില പാപങ്ങളുണ്ട്, അങ്ങനത്തെ ചില തെറ്റുകൾ നമ്മൾ ചെയ്തോ അല്ലേ അല്ലാഹു അഅലം. പാപങ്ങൾ പൊറുക്കാൻ എല്ലാ വഴിയും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലെ? ഒളു ഉണ്ടാക്കിയാൽ പാപം പൊറുക്കും. ഒളുവിന്റെ വെള്ളം മുഖത്തുനിന്ന് ഇങ്ങനെ ഒറ്റി വീഴുമ്പോ, കൈകളിൽ നിന്ന് ഇങ്ങനെ ഒറ്റി വീഴുമ്പോ, ആ വെള്ളത്തുള്ളികൾ ഒറ്റി വീഴുന്നതിനനുസരിച്ച് പാപങ്ങൾ അങ്ങനെ പൊറുക്കും. നിസ്കരിച്ചാൽ മുത്തനബി പറഞ്ഞു, ഉണങ്ങിയ ഒരു മരത്തിന്റെ കൊമ്പ് കുലുക്കി ഇലകൾ ഒക്കെ കൊഴിഞ്ഞു വീണു, ഇതേപോലെ പാപങ്ങളെ പൊഴിപ്പിച്ചു കളയും എന്ന് പറഞ്ഞു. ഓരോ ഇബാദത്തിനെ കുറിച്ചും പരിചയപ്പെടുത്തി പാപങ്ങളൊക്കെ പൊറുപ്പിക്കും, പാപങ്ങൾ പൊറുപ്പിക്കും. അത് എല്ലാ പാപങ്ങളും അല്ല, ഈ പറഞ്ഞതൊക്കെ ചെറിയ പാപങ്ങളാ, അല്ലെ? ഓരോ പാപം പൊറുക്കാൻ, വൻപാപങ്ങൾ പൊറുക്കാൻ തൗബ ചെയ്യണം. ഇങ്ങനൊക്കെ ഓരോ പാപങ്ങൾ പൊറുക്കാനുള്ള വഴി, എത്ര പാപം ഉണ്ടെങ്കിലും പൊറുക്കും എന്നൊക്കെ പറഞ്ഞ അതേ ഹബീബായ ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന് വലിയ ഗൗരവമുണ്ട്. നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട്. മനുഷ്യരെ, നിങ്ങൾക്ക് പറ്റുന്ന ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ ഇന്ന മിനൽ ദുനൂബി ദുനൂബ, പാപങ്ങളുടെ കൂട്ടത്തിൽ ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേറെ വഴിയില്ല. ലാ യുകഫിറുഹാ, ആ പാപങ്ങളെ അല്ലാഹു പൊറുക്കൂല. ഇല്ലൽ വുഖൂഫ് ബി അറഫ, അറഫയിൽ പോയി നിന്നാലല്ലാതെ. അത് ഏത് പാപങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, ആ ഹദീസിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ചില പാപങ്ങളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഹജ്ജ് നിർബന്ധമാക്കിയത്? എല്ലാവരും പോണം. ഇങ്ങനെ പിന്നെ ഈ കഴിയാത്ത ആളുകൾക്ക് കുറ്റം നമ്മൾ പറഞ്ഞല്ലോ, പൈസ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ തടി കൊണ്ട് വയ്യാത്തത് കൊണ്ട്. അള്ളാഹു അനുവദിച്ച തടി കൊണ്ട് വയ്യാത്തത് അപ്പൊ ഇത്ര കാലം ഉണ്ടായിരുന്നില്ല, അതിന് നമ്മൾ കുറ്റക്കാരാണ്. നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ വയസ്സനായി, ഇപ്പൊ 90 വയസ്സായി, ഇപ്പൊ വയ്യാതായി, ഇപ്പൊ ഇത്ര കാലം വഹിച്ചിരുന്ന കാലത്ത് എന്തേ ചിന്തിക്കാതെ നമ്മൾ കുറ്റക്കാരാണ്. എങ്ങനെങ്കിലും പോകണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലേ? എങ്ങനെങ്കിലും പോകണം.
അതുകൊണ്ടാണല്ലോ അള്ളാഹു റസൂൽ പറഞ്ഞത്, അങ്ങനെ ഹജ്ജ് ചെയ്യാൻ ബാധ്യത ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചുപോയി, അയാളുടെ അനന്തരസ്വത്ത് ഓരി വെക്കുന്നതിന് മുമ്പ് അള്ളാഹിനോടുള്ള ഹക്ക് വെട്ടണം, അയാളുടെ ഹജ്ജ് അനന്തരാവാസികൾ ചെയ്യണം. അത് നിർബന്ധം. അള്ളാഹിനോടുള്ള കടാൾ. വാപ്പണ മരിച്ചു കിട്ടിയാൽ മതി, സ്വത്ത് ഓരി വെച്ചാൽ മതി, കാത്തിരിക്കുക. വാപ്പാക്ക് ഹജ്ജിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയെന്നറിയോ? ചിന്തിക്കണം. വാപ്പാക്ക് എപ്പോ, അതായത് സമ്പത്തുണ്ടായി സൗകര്യം, വാപ്പ പോയില്ല, എന്തൊക്കെ കാരണവശാലും പോയില്ല, അതിൽ കുറ്റുണ്ട്. ആ കുറ്റം തീരണമെങ്കിൽ എന്ത് ചെയ്യണം? വാപ്പ രക്ഷപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മ രക്ഷപ്പെടണമെങ്കിൽ ആ നിർബന്ധമായ ഹജ്ജ് മക്കൾ ചെയ്യണം. അതിനൊന്നും ഇടവരുത്തണ്ട. നമ്മൾ ചിന്തിക്കേണ്ടത് അതിനൊന്നും ഇടവരുത്തണ്ട. നമ്മൾ മരിച്ചു പോയിട്ട് നമ്മുടെ ഹജ്ജ് നമ്മുടെ മക്കള് പേരക്കുട്ടികൾ ചെയ്യേണ്ട ഇടവരുത്തണ്ട. നമുക്കെന്നാണ് പോകാലോ. ഇതിങ്ങനെ നാളെ എന്ന് പറഞ്ഞ് കാത്തിരിക്കും വേണ്ട. നമ്മൾ ശ്രദ്ധിക്കണം, ഗൗരവത്തിൽ ആലോചിക്കണം. ചെറുപ്പക്കാരാണെങ്കിലും ഒക്കെ ചെറുപ്പത്തിൽ പോകാൻ നല്ല. നമ്മൾ എപ്പോഴും പറയാറില്ലേ, പോകാൻ ആഗ്രഹിക്കുന്നവര്, അത് സൗകര്യമുള്ള ആളുകൾ ചെറുപ്പത്തിൽ തന്നെ പോവുക, നീട്ടരുത്. അത് അപകടമാണ്. കാരണം അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുന്ന എന്താ ഉറപ്പുള്ളത്? എന്ത് ഉറപ്പാ ഉള്ളത്? ഏത് കാര്യത്തിന് എന്ത് ഉറപ്പാ ഉള്ളത്? ഈ പോക്കിനെന്താ, ഈ ഇരുത്തത്തിന് എന്താ ഉറപ്പ്? എന്തിനാ ഉറപ്പുള്ളത്? ഏത് സമയത്ത് അവസാനിച്ചൂടെ? അതുകൊണ്ട് മുഅ്മിനെ ഒരു നല്ല കാര്യത്തിന് റബ്ബ് തആല അവസരം തന്നിട്ട് പടച്ച റബ്ബ് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ഇല്ലേ? ബഹുമാനപ്പെട്ട നിക്കോയ തങ്ങൾ പാവം അന്ന് പറഞ്ഞില്ലേ, മഹാനവറുകൾ പറഞ്ഞില്ലേ ഒരു വർത്താനം, ഈ പൈസക്ക് ഇങ്ങനെ നിന്റേതാണ് എന്ന് വിചാരിച്ച് കൂമ്പാരാക്കി വെച്ച ഇതൊക്കെ ഭൂം എന്ന് പോകാൻ എന്ത് മതി? 4 ഇഞ്ചക്ഷൻ മതി എന്നാ പറഞ്ഞത്. അല്ലേ? 4 ഇഞ്ചക്ഷൻ. എത്ര? ഒരാൾക്ക് 60 ഇഞ്ചക്ഷനാണ് ഡോക്ടർമാർ തീരുമാനിച്ചു കൊടുത്തത്. 60 ഇഞ്ചക്ഷൻ. ഒരു ഇഞ്ചക്ഷന് പിന്നെ 90,000, അതേപോലെ 60,000 ഒക്കെ വിലയുള്ള ഇഞ്ചക്ഷൻ. അങ്ങനെ 60 ഇഞ്ചക്ഷൻ. 4 ഇഞ്ചക്ഷൻ കുത്തിയാൽ ഈ ഉണ്ടാക്കിയത് മുഴുവൻ ആണ് പോയി. പോയി. എന്നിട്ട് ആ ഇഞ്ചക്ഷൻ കയറ്റിട്ട് എന്താ കാര്യം ഉണ്ടായി? ആ തടി കടന്നു അല്ലാതെ. എന്നിട്ടോ അങ്ങനെ കുറെ ആശുപത്രികൾ അങ്ങനെ കടന്ന് അങ്ങനെ പിന്നെ ഒരു ദിവസം കേൾക്കാം മരിച്ചു. പള്ളിക്കൽക്ക് ഓടി വന്നു, കുട്ടികളെ ഓതാൻ വേണം, കബർ വയ്ക്കാൻ ആളെ വേണം, അനൗൺസ്മെന്റ് ചെയ്യാൻ ആള് വേണം, മയ്യത്തിന്റെ കത്തടുപ്പിക്കണം, കുടുംബക്കാരൊക്കെ വിളിച്ചു പറയണം. കഴിഞ്ഞു, കഥ കഴിഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. ഈ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കണ്ടേ, ചെലവാക്കണ്ടേ? വേണം, വേണ്ടെന്നല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമ്മളിതൊന്നും ചെയ്തില്ല. ചെയ്യേണ്ടത് ധൈര്യത്തോടുകൂടെ മരിക്കാലോ. അൽഹംദുലില്ലാ, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നിർബന്ധമായ നിസ്കാരം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. റമദാനിൽ ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്. ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലേ? ബേജാറാവാനല്ല, ആ ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവാൻ നമ്മുടെ നിർബന്ധ ബാധ്യതകൾ നമ്മൾ നിറവേറ്റണ്ടേ? ഹജ്ജ് നിർബന്ധമാക്കാനുള്ള കാരണം ഇതായിരിക്കുമോ? ഈ ഹദീസ് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കാൻ ചില പാപങ്ങൾ കഴുകാൻ അറഫയിൽ പോകലല്ലാതെ വഴിയില്ല എന്ന് മഹാനായ സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അറഫയിൽ പോയാലോ? അറഫ എന്നാണെന്താ? അൽ ഹജ്ജു അറഫ. അറഫയിൽ ഉംറയല്ല, ഉംറക്ക് പോയിട്ട് കാര്യമില്ല. ഈ പണി ഉംറക്ക് പോയിട്ട് കാര്യമില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉംറക്ക് പോയാൽ നമ്മൾ അറഫയിൽ പോകാറില്ല. പോകാറില്ല, കാണാൻ പോകും. അല്ലേ? അറഫയിൽ നിൽക്കാൻ പോലെ. അറഫയിൽ നിൽക്കൽ എന്ന് മാത്രമേ ഉള്ളൂ. ഹജ്ജിന് പോയാൽ ദുൽഹജ്ജ് 9 മാത്രമേ ഉള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും കുടുംബത്തിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂല് മറ്റൊരു ഹദീസ് കൂടെ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അഅലമുന്നാസി ദുനൂബാ, ജനങ്ങളുടെ വലിയ പാപി, ജനങ്ങളുടെ കൂട്ടത്തിലെ വലിയ പാപികൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? വൻപാപം ചെയ്തവരല്ല, സബഉൽ മൂബിഖാത്ത് ചെയ്തവരല്ല. അഅലമുന്നാസി ദുനൂബാ, ജനങ്ങളുടെ കൂട്ടത്തിലെ വലിയ പാപികളാണ് ആര്? മൻ വഖഫ ബി അറഫ, അറഫയിൽ പോയി, ഹജ്ജിന് പോയി, അറഫയിലൊക്കെ പോയി, എന്നിട്ടും ഫളന്ന, ഓം വിചാരിക്കാണ് അന്നല്ലാഹ ലം യഗ്ഫിർ ലഹു, അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ല, അവനാണ് ഏറ്റവും വലിയ പാപി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓം വിചാരിക്കാൻ പാടില്ല. ഹജ്ജിന് പോയ അറഫയിൽ ഒരാൾ നിന്നാല് പൊറുക്കാത്ത ഒരു പാപമല്ല. ചില പാപങ്ങളുണ്ട്, ആ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ അറഫയിൽ പോയാലേ പൊറുക്കുള്ളൂ. അപ്പൊ അതോടുകൂടെ അതും പൊറുത്തു. അവന്റെ എല്ലാ പാപവും അന്ന് പൊറുത്തിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആ വിചാരക്കാരൻ, അവനാണ് ഏറ്റവും അഅലമുന്നാസി ദുനൂബാ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫ ദിവസം. വഹുവ അഫ്ളലു യൗമിൻ ഫിദ് ദുനിയാ, ദുനിയാവിലെ ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫ ദിവസം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ കരഞ്ഞ് കണ്ണുനീരൊലിപ്പിക്കുന്ന വിശുദ്ധമായ അറഫ. ആ അറഫയിൽ പോകാൻ, ഹജ്ജിന് പോകാൻ മുഅ്മിനീങ്ങളെ, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങള് അല്ലെ. ഇത് ഈ പോയ ആളുകൾക്ക് പിന്നെയും പോകാൻ ആഗ്രഹം ഉണ്ടാവും, പോകാത്ത ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പോയ ആളുകൾക്ക് പിന്നെയും പോകാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടാവും. കാരണം അവിടെ ചെന്നിട്ടുണ്ടായ ആ കാര്യങ്ങളൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ, എന്താണ് അവസ്ഥ, എന്താണ് കാണേണ്ട കാഴ്ച. അവിടെ ഏറ്റവും വലിയ പ്രത്യേകത, മക്കത്തേക്ക് പോയാല് ഉള്ള പ്രത്യേകത എന്താണെന്നറിയോ? ലോകത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് എന്നും അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളുണ്ടാവും, അബ്ദാലുകൾ ഉണ്ടാവും അല്ലെ. അബ്ദാലുകൾ ഒരാൾ മരിച്ചാൽ അള്ളാഹു പകരക്കാരെ ഏൽപ്പിക്കും. നുജബാ, നുഖബാ, ഗൗസിയങ്ങള്, കുത്തുബുകള് അവരൊക്കെ ലോകത്തുണ്ട്. ഇതാരാന്ന് നമുക്കറിയില്ല. പക്ഷെ അവരൊക്കെ ഒരുമിച്ച് കൂടും എവിടെ? വിശുദ്ധമായ മക്കത്ത്, വിശുദ്ധമായ അറഫയിൽ. ഖദർ അലൈഹിസ്സലാം ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഖദർ അലൈഹിസ്സലാം എല്ലാ കൊല്ലവും എവിടെ വരും? അറഫയിൽ വരും. അപ്പൊ ഉറപ്പല്ലേ നമ്മുടെ ഈ ഒരു സദസ്സ് പോലെ അല്ല. അല്ലെങ്കിൽ ഇനി ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ഒരു ദുആ മജ്ലിസ് ഉണ്ടാക്കി, അതുപോലെ അല്ല. അവിടെയുള്ള അറഫ, അവിടുത്തെ ആ മഹാസംഗം എന്ന് പറഞ്ഞാൽ അവിടെ ഉറപ്പാണ് ലോകത്തെ മഹാന്മാരായ ഔലിയാക്കളൊക്കെ അവിടെ ഉണ്ട്, അബ്ദാലുകൾ അവിടെയുണ്ട്, മഹാന്മാരായ നുഖബാ, നുജബാ, ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നബിമാര് അവിടെയുണ്ട്, കോടിക്കണക്കിന് മലായിക്കത്ത് അവിടെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഉള്ളത്. ആ ഒരു ചിന്തയോടുകൂടെ റബ്ബ് ഉറപ്പിച്ചു. കാരണം അവിടുന്ന് പാപം പൊറുത്തരാന്ന് ഒരു മനുഷ്യൻ വിചാരിച്ചു, ഓ വലിയ വൻപാപിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമല്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രാജാതിരാജനായ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ വിശുദ്ധമായ ഭൂമികളൊക്കെ നമുക്ക് അനുകൂലമായി സാക്ഷിയാവാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ ആ ഒരു കാര്യവും അതിനോട് മറ്റൊരു കാര്യം കൂടെ ചേർത്ത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാ. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നു അള്ളാന്റെ ഒരു പള്ളിയിലാണ് അല്ലേ? ഇത് കുറച്ച് വലിയ പള്ളിയാണ്. അതിന് അള്ളാന്റെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടാവും. കാരണം അന്ന് മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം അന്ന് എറിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് വലിയ കല്ല് വന്ന് വീണിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് കുറച്ച് വലിയ പള്ളിയായി. അതങ്ങനെ അള്ളാഹു അങ്ങനെ വികസിപ്പിക്കും. നമ്മൾ ചിലപ്പോൾ അഭിപ്രായം പറയും, എന്തിനാണ് പള്ളി വലുതാക്കുന്നത്? അത് നമ്മൾ വെറുതെ അഭിപ്രായം പറഞ്ഞ് നേരം പോവാണ്. കാര്യമല്ല, അത് റബ്ബിന്റെ തീരുമാനമാണ്. പള്ളി എത്ര വലുതാവണം എന്നുള്ളത് അത് അള്ളാന്റെ തീരുമാനം. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് എറിഞ്ഞപ്പോ വലിയ കല്ല് വന്ന് വീണെടുത്ത് എന്തുണ്ടാവും? വലിയ പള്ളി ഉണ്ടാവും. ചെറിയ കല്ല് വീണെടുത്ത് ചെറിയ പള്ളി ഉണ്ടാവും. എന്താ ഈ പള്ളി വലുതാക്കാത്തെന്ന് നമ്മൾ ചോദിച്ചിട്ട് പിന്നാണതൊന്നും കാര്യമില്ല. അത് അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല. അതാ അതിന്റെ അർത്ഥം. ഒരു പള്ളി എന്തായാലും എന്താവണില്ല, വലുതാവണില്ല. അത് ചെറുതന്നെ, അത് വലുതാവണില്ല. ഈ വലുതാക്കാൻ നാട്ടുകാരൊക്കെ പാടെ കുറെ ശ്രമം നടത്തി. അപ്പൊ നോക്കുമ്പോ സ്ഥലം കിട്ടണില്ല. അയലോക്കത്തോടുള്ള സ്ഥലം ചോദിച്ചു, ഓരോ കൊടുക്കാൻ തയ്യാറാവണില്ല. ഇതെന്താ കാരണം? അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല. അതന്നെ നമ്മൾ വലുതാക്കാൻ തീരുമാനിച്ചൊരു കാര്യമല്ല. ചിലത് അള്ളാഹു തീരുമാനിച്ചു വലുതാക്കാൻ, പിന്നെ അതിന് ആര് തടസ്സം നിന്നിട്ടും കാര്യമല്ല. മനസ്സിലായില്ല? നമ്മൾ ചിന്തിക്കണം. അത് അള്ളാഹു ഓരോരുത്തരെ കൊണ്ട് അതാണ് വലുതാക്കും. അത് റബ്ബ് ഇങ്ങനെ കണക്കാക്കിയിട്ടുണ്ടാവും, ഇന്ന ആളുടെ പൈസ കൊണ്ട് ഇത് വലുതാക്കാൻ. പിന്നെ നമ്മളതിന് വെറുതെ ബേജാറായിട്ട് കാര്യമില്ല. ഞാനങ്ങൾ ആരും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. ചിലപ്പോ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് തോന്നും ഇതിപ്പോ മോയിലർ എന്തോന്ന് വിചാരിച്ച് പറയാനും, ഒന്നും വിചാരിച്ച് പറയല്ല. ഇത് നമ്മുടെ കാര്യം പറയാണ്. നമ്മൾ ചിന്തിക്കണം, ഇത് ഈ പള്ളി എന്നല്ല, ഏത് പള്ളി? ഇതിലിപ്പോ കൊപ്പം മഹലിൽ മാത്രമല്ല, പല നാട്ടുകാരുണ്ടല്ലോ. പലയിടത്തും പള്ളി ഉണ്ടാക്കലും പൊളിക്കലും വലുതാക്കലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മള് വെറുതെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ നമ്മളതിൽ എന്ത് ചെയ്യണ്ട? നമ്മളതില് ഒരു വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നമ്മളെ അമൽ നഷ്ടപ്പെടുത്തണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് പടച്ച റബ്ബ് തീരുമാനിച്ച് ലോകത്ത് അങ്ങനെ നടക്കും. നമ്മളിപ്പോ കഅബാലയത്തിന്റെ ഒരു ഭാഗത്തിലാണുള്ളത്. പള്ളിയിൽ വന്നിരുന്നാൽ അത് കഅബയുടെ ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയുടെ അഹലുകാലിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എല്ലാ പള്ളികളും അൽ മസാജിദ് ബുയൂത്തുൽ മുത്തഖീൻ, എല്ലാ പള്ളികളും മുത്തഖീങ്ങളുടെ വീടുകളാണ്.
മുത്തഖീങ്ങളുടെ വീടുകളാണ്. ഇത് മുത്തഖീങ്ങളുടെ വീട്. മുത്തഖീങ്ങൾക്കാണ് അവിടെ വരാൻ കഴിയുക. അള്ളാഹ് പൊരുത്തപ്പെട്ട മുത്തഖീങ്ങൾക്കാണ് അവിടെ വരാൻ കഴിയുക, അവിടെ വന്ന് ഇരിക്കാൻ കഴിയുക, നിസ്കരിക്കാൻ കഴിയുക, ഇഅ്തികാഫിരിക്കാൻ കഴിയുക, എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെടാൻ കഴിയുക. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലമിനല്ലാഹു ലഹു അർറൗഹ വറാഹത വൽ ജവാദ അല സിറാത്ത്. പള്ളിയുടെ അയൽക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്ത് കൊടുക്കും, സമാധാനം കൊടുക്കും. പള്ളിയുടെ അയൽക്കാരായി എന്ന കാരണത്താൽ സിറാത്ത് അവരെ അല്ലാഹു വിട്ടുകടത്തും. പെട്ടെന്ന് അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗമാണ് ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. ബഹുമാനപ്പെട്ട അബൂ സ്വാദിഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഇൽസമുൽ ജുലൂസ ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ ഇരിക്കണം. പള്ളികളിൽ ഇരുത്തം നിങ്ങൾ നീട്ടണം. പള്ളികളിൽ ഇരുത്തം വർദ്ധിപ്പിക്കണം. പള്ളികളിൽ ഇഅ്തികാഫിന്റെ അവസരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തണം. പള്ളിയിൽ അങ്ങനെ ഇരുത്തം നീട്ടിയാൽ, പള്ളിയിൽ നിങ്ങൾ ധാരാളം സമയം ഇരുന്നാൽ, ഫഇന്നഹു ബലഗനി, എനിക്കൊരു ഖബർ കിട്ടിയിട്ടുണ്ട്, അന്നാ കാനത്ത് മജാലിസുൽ അംബിയാ, എല്ലാ നബിമാരും ഏറ്റവും കൂടുതൽ ഇരുന്നത് പള്ളികളിലാണ്. മനസ്സിലായില്ല? എല്ലാ നബിമാർക്കും പള്ളികൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ നബിമാരും ജീവിതത്തിൽ കുറെ സമയം നമ്മൾ ഇരിക്കും, കുറെ കിടക്കും, കുറെ നടക്കും. അല്ലെ? മനസ്സിലായില്ല? നമ്മുടെ ജീവിതത്തിൽ കുറെ സമയം ഇരിക്കണുണ്ട്, നടണ്ട് കിടക്കണുണ്ട്, ഒക്കെ ഉണ്ട്. അതിൽ അമ്പിയാക്കൾ ഏറ്റവും കൂടുതൽ ഇരുന്നത് എവിടെയാണ്? പള്ളികളിലാണ്. അമ്പിയാക്കൾ ഏറ്റവും കൂടുതൽ ഇരുന്ന് പള്ളികളിലാണ്. അമ്പിയാക്കൾ ഏറ്റവും ഇരിക്കാൻ ഇഷ്ടപ്പെട്ടതും പള്ളികളിലാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് മജ്ലിസുൽ അംബിയാ, അത് നബിമാരുടെ ഇരുത്താണ്. നിങ്ങൾ പള്ളിയിൽ കൂടുതൽ ഇരിക്കണം. ബഹുമാനപ്പെട്ട അബൂ ഇദ്രീസുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മസാജിദ് ബുയൂത്തുൽ കിറാം, പള്ളികൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് ബഹുമാനിച്ചവരുടെ വീടാണ്, മുത്തഖീങ്ങളുടെ വീടാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇവിടെ പറഞ്ഞു അത് ബഹുമാനികളുടെ വീടാണ്. അപ്പൊ പള്ളിയിൽ വന്നിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ അള്ളാഹു ബഹുമാനിച്ചു, അവർക്ക് അള്ളാഹു കറമ് കൊടുത്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കറാമത്ത് കൊടുത്തു, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൊടുത്തു. ബഹുമാനപ്പെട്ട മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മഹാനവറുകളെ, അയ്യുമാ അഹബ്ബു ഇലൈക ഹുദൂറുസ് സ്വലാ, അയ്യുമാ അഹബ്ബു ഇലൈക ഹുദൂറുസ് സ്വലാത്തി അലൽ ജനാസ അമിൽ ജുലൂസു ഫിൽ മസ്ജിദ്, നിങ്ങൾക്ക് പള്ളിയിൽ ഇരിക്കാൻ സമയം കിട്ടി, അല്ലെങ്കിൽ ഒരു ജനാസയുടെ കൂടെ പോകാനുള്ള സമയം കിട്ടി, അപ്പൊ നിങ്ങൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കാന്ന് ചോദിച്ചു. മരിച്ചോടത്ത് പോണ്ടേ? പോണം. മനസ്സിലായില്ല? ശ്രദ്ധിക്കണേ. പകുതി കേൾക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, എന്ത്? ഒരു മയ്യത്തിന്റെ കൂടെ പങ്കെടുക്കാൻ അവസരം കിട്ടി, പള്ളിയിൽ ഇരിക്കാൻ അവസരം കിട്ടി, നിങ്ങൾ ഏതാണ് തെരഞ്ഞെടുക്കാന്ന് ചോദിച്ചു. മഹാനവർ അൽ ജുലൂസു ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഇരിക്കൽ. അതാണ് അഹബ്ബുൻ ഇലയ്യ, കാരണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം പള്ളിയിൽ ഇരിക്കുമ്പോൾ ലിഅന്നൽ മലായികത തസ്തഗ്ഫിറു ലി, മലക്കുകൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. മാദും ഫിൽ മസ്ജിദ്, ഞാൻ പള്ളിയിൽ ഇരിക്കുന്ന കാലത്തോളം. ഞാനിങ്ങനെ ഇരുന്നു കൊടുത്താൽ മതി. ഇത്തികാഫിന്റെ നിയത്തിന് ഞാൻ അങ്ങനെ ഇരുന്നു കൊടുത്താൽ നീ ഉറങ്ങിയാലും കുഴപ്പമില്ല, ഞാൻ പള്ളിയിലായിരിക്കുന്ന കാലത്തോളം മലക്കുകൾ എനിക്ക് വേണ്ടി ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്തോളും. പിന്നെ അതല്ലേ ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്തിനേക്കാൾ മഹാനവറുകൾ പറഞ്ഞതാലിക അഫ്ളൽ, അതാണ് ഏറ്റവും എനിക്ക് അഫ്ളലായി തോന്നുന്നത്. കാരണം എന്തിനേക്കാൾ മിൻ ഹുസൂലിൽ ഖീറാത്തി അവൽ ഖീറാത്താനി, മുത്തുനബി പറഞ്ഞതെന്താ? മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ ഒരു ഖീറാത്ത് കൂലി, മയ്യത്തിന്റെ കൂടെ പോയാൽ 2 ഖീറാത്ത് കൂലി. അപ്പൊ ഉഹദ് മല പോലെയാണ്, ഒരു ഉഹദ് മല പോലെയുള്ള വലിയ കൂലി കിട്ടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളിയിൽ ഇരിക്കലാണ്. കാരണം ഞാനങ്ങനെ ഇരുന്നു കൊടുത്തേ മലായികത്ത് എനിക്ക് ഇസ്തിഗ്ഫാർ ചെയ്യും. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ മരിച്ചോടത്ത് പോകണ്ടെന്നല്ല. ഇതൊന്നും മൂപ്പര് മരിച്ചോടത്ത് പോയിട്ടൊന്നുമല്ല. ഇതിങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കുകയും എന്നാ പിന്നെ ഞാൻ മരിച്ചോടത്ത് പോകണ്ട, പള്ളിയിൽ കുത്തിരുന്നാൽ മതി എന്നല്ല. മയ്യത്ത് നിസ്കരിക്കാനൊന്നും പങ്കെടുക്കണ്ട, മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിക്കൊന്നും ഞാൻ മയ്യത്ത് നിസ്കരിക്കണമെന്നില്ല. കാരണം നമ്മളിവിടെ ഇരുന്നാലാ കൂടുതൽ കൂലിന്ന് മൂലരെന്ന് അത് പറഞ്ഞൊന്നും പറയണ്ട. അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മയ്യത്ത് നിസ്കരിച്ച്
മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ വലിയ കൂലിയാണ്. ഉഹദ് മല എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പമുണ്ട്. ആ ഉഹദ് മല പോലെയുള്ള കൂലിയുടെ കൂമ്പാരാണ് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ. മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കണം, അത് ഒഴിവാക്കാൻ പറ്റില്ല, അത് നമുക്ക് നിർബന്ധമാണ് അല്ലേ. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാരും കുറ്റക്കാരും ഫർദ് കിഫായ. അപ്പൊ മയ്യത്ത് നിസ്കരിക്കൂല, നിസ്കരിക്കണ്ടെന്നല്ല മഹാനവറുകൾ പറഞ്ഞതിനർത്ഥം. മയ്യത്ത് നിസ്കാരത്തിന് ഇത്ര വലിയ കൂലി, പിന്നെ ഖബറടക്കം കഴിയുന്നത് വരെ മുഴുവൻ പങ്കെടുത്താൽ 2 ഖിറാത്ത് കൂലി. അത്ര വലിയ കൂലിയുള്ള കാര്യമാണ് മയ്യത്ത് പരിപാലനം, മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യം. അതിനേക്കാൾ കൂലിയുണ്ട് എന്തിന്? പള്ളിയിൽ വന്നിരിക്കുന്നതിന്. അപ്പൊ എപ്പമാത്രം ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ മാത്രം പള്ളിക്ക് പോയി കുത്തിരിക്കണ്ടെന്ന് അതിന്റെ അർത്ഥം. മരിച്ചു എന്ന് കേട്ടാൽ മരിച്ചോടത്ത് പോവുക, മയ്യത്ത് പങ്കെടുക്കുക, ഖബറടക്കത്തിലൊക്കെ പങ്കെടുക്കുക. അതിനേക്കാൾ വലിയ കൂലിയുണ്ട് മരിക്കാതെ തന്നെ. അത് മരിച്ചാലല്ലേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെ? ഇത് വലിയ കൂലുള്ള കാര്യമാണ്. ആ കൂലുള്ള കാര്യത്തിന് അവസരം കിട്ടണമെങ്കിൽ ആരെങ്കിലും മരിക്കണ്ടേ? റമദാനിൽ ആരെങ്കിലും മരിച്ചാൽ അവർക്ക് ഏറ്റവും വലിയ കൂലിയുണ്ട്. റമദാനിൽ ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ അല്ലാത്ത മയ്യത്ത് നിസ്കാരത്തെക്കാൾ നമുക്കും കൂലിയുണ്ട്. ഇതിനിപ്പോ ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കണമെങ്കിൽ ആരെങ്കിലും മരിക്കണ്ടേ? അപ്പോഴല്ലേ അവസരം കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ എന്തെങ്കിലും മുമ്പിൽ തുണി വിരിച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഗായിബായ മയ്യത്ത് നിസ്കരിക്കാം. ഖബറടക്കം പറഞ്ഞാൽ പിന്നെ ഗായിബായ ഖബറടക്കം നടത്താനും പറ്റൂല. അതിപ്പോ മരിച്ചാൽ തന്നെ ഖബറടക്കം നടത്താനും പറ്റുള്ളൂ. അപ്പൊ ഇത് എപ്പോഴും കിട്ടുന്ന അവസരമാണ്. പള്ളിയിൽ എപ്പോഴും കിട്ടുന്ന അവസരം. മരിക്കാൻ കാത്തിക്കണ്ട, അതിന് വാങ്ങൊടുക്കാൻ കാത്തിക്കണ്ട. എപ്പോഴും പള്ളിയിൽ പോയിരിക്കാലോ, ഇത്തിക്കാഫിരിക്കാലോ, ഖുർആൻ ഓതാലോ, ദിക്റല്ലാലോ. അപ്പോൾ അതിന് പള്ളിയിൽ പോയി ഇരിക്കുന്നുണ്ട് എന്ന് പഠിപ്പിക്കാനാ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലൽ ബൗലു, മൂത്രൊഴിക്കാനുള്ള ഏർപ്പാടില്ലായിരുന്നുവെങ്കിൽ മാ ഖറജതു മിനൽ മസ്ജിദി, ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നി ലഅഹമ്മുൻ ബിഅദാബി ഇബാദി, എന്റെ അടിമകളെ ശിക്ഷിക്കണമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. ഭൂമിയിൽ ഇങ്ങനെ ഓരോരുത്തർ കാട്ടിക്കൂട്ടണുണ്ടായാലും അല്ല പറയാം, ഭൂമിയിൽ ഓരോരുത്തർ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് കണ്ട എനിക്ക് തോന്നും ഇപ്പൊ അട്ടിമറിക്കണം. മനസ്സിലായില്ല? ഭൂമിയിലെ മനുഷ്യന്മാരെ ഇല്ല. എന്താ നമ്മൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ? ഈ പുണ്യമായ റമദാനിൽ പോലും നമ്മൾ പത്രം വായിക്കുമ്പോ, ഈ റമദാനിൽ പോലും പത്രം വായിക്കുമ്പോ ഓരോ ആളുകള് അവര് ചെയ്യുന്ന തെമ്മാടിത്തരങ്ങള് അതൊക്കെ പത്രത്തിൽ വായിക്കുമ്പോ പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ഇത് പത്രത്തിൽ വരുന്നത് വരാത്തത് എത്ര? അപ്പൊ ഇവിടെ ആളുകൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ, തെമ്മാടിത്തരങ്ങൾ കാണുമ്പോ അള്ളാഹ്ക്ക് ഇങ്ങനെ തോന്നും, ജിബ്രീലിനെ പറഞ്ഞതിനെ അട്ടിമറിച്ചാലോ, അങ്ങോട്ട് അടിച്ച് നെപ്പാക്കിയാലോ അള്ളാഹ്ക്കിന് തോന്നും, അവരെ ശിക്ഷിക്കണം എന്ന് തോന്നും. അങ്ങനെ പിന്നെ അള്ളാഹ് പറയാം, അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ നോക്കുമ്പോ ചില ആളുകളെ കാണും, അപ്പൊ എനിക്ക് ഇന്ന് ശിക്ഷിക്കണ്ടാന്ന് തോന്നും. അള്ളാഹ് പറയാം, ഞാൻ അന്തറുയില്ല ഉമ്മാരിൽ മസാജിദ്, പള്ളിയുടെ ആളുകളെ ഞാൻ കാണും. പള്ളിയിൽ കുറെ ആളുകൾ എത്തിക്കാതിരിക്കുന്നു, പള്ളിയിൽ ദിക്ർ ചൊല്ലണു, പള്ളിയിൽ വന്ന് ഖുർആൻ ഓതണം, പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. ഖുർആൻ ഓതുന്നവര്, വവുൽദാനുൽ ഇസ്ലാം, മുസ്ലിങ്ങളായ കുട്ടികൾ, തെറ്റിയാത്ത കുട്ടികൾ, ഒറ്റപ്പാവങ്ങൾ, കുഞ്ഞു മക്കൾ. അള്ളാഹ് ദുനിയാവിലേക്ക് നോക്കിയ കുഞ്ഞു മക്കളെയും ഖുർആൻ ഓതുന്നവരെയും പള്ളിയുടെ ആളുകളെയും ഇങ്ങനെ കണ്ടാൽ പോയി എസ്കൊണ്ട് വളബി, അപ്പന്റെ ദേഷ്യം പോകും, അപ്പൊ ഞാൻ അവരെ ശിക്ഷിക്കൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു 5 കാര്യം പള്ളിയിൽ ഇരിക്കുന്ന നിനക്കുണ്ട് എന്ന് ഹദീസിലുള്ളത് തന്നെ. മഈശത്തിൽ ഞെരുക്കം വരാതിരിക്കുന്നത്, അത് പൊന്നത് ഖബറിലും ഇല്ലാത്തതാ. 2 സ്ഥലത്തുള്ള ഞെരുക്കം 5 കാര്യം പള്ളിയിൽ ഇരിക്കുന്നവർക്കുണ്ട്. 5 കാര്യം അത് ഹദീസിലുള്ളതാണ്. 1, മഈശത്തിൽ ഞെരുക്കം വരൂല, ജീവിതത്തിൽ ഞെരുക്കം വരൂല. മനസ്സിലാവുന്നുണ്ട്? ജീവിതത്തിൽ എന്ത് വരൂല? ഞെരുക്കം വരൂല. എങ്ങനെ? അൽഹംദുലില്ലാഹ് തട്ടിമുട്ടി എങ്ങനെ പോണുണ്ട് നമ്മൾ പറയലോ, അതന്നെ ഞെരുക്കം വരാതിരിക്കാൻ. വലിയ വിശാലത വേണ്ട, പക്ഷെ ഞെരുക്കല്ല. ഞെരുക്കമില്ലാതെ, ഇടുക്കമില്ലാതെ, കുടുക്കവും ഇടുക്കവുമില്ലാതെ, ഞെരുക്കമില്ലാതെ അങ്ങനെ ജീവിതം, മഈശത്ത് ഞെരുക്കമില്ലാതെ,
അതേപോലെ ആ ഞെരുക്കം ഖബറിലുണ്ടാവില്ല. ഖബറിന്റെ ഇടുക്കത്തുനിന്ന് രക്ഷപ്പെടാനും ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് പള്ളിയിൽ വന്നിരിക്കുക. മൂന്നാവലം കയ്യിൽ കിതാബ് കൊടുക്കലും, നാലാണ് മിന്നൽ പൊൽസിറാത്ത് കടക്കലും. മൂന്നാമത്തത് വലത് കയ്യിൽ കിതാബ് വാങ്ങാം. മഹ്ശറയിൽ വലത്തെ കയ്യിൽ കിതാബ് വാങ്ങാം. ആർക്ക്? പള്ളിയുടെ അഹ്ലുകാർ. നാലാണ് മിന്നൽ പൊൽസിറാത്ത് കടക്കലും. നേരത്തെ ഒരു ഹദീസ് പറഞ്ഞല്ലോ, മുത്തനബി പറഞ്ഞു സിറാത്ത് വളരെ പെട്ടെന്ന് കടക്കാം പള്ളിയുടെ അഹ്ലുകാർ. മൂന്നാമത്തത് കൂടാതെ അപറാര്യങ്ങളോടൊന്നിച്ചതായി സ്വർഗത്തിലേക്ക് കടക്കൽ അഞ്ചാമത്തതായി. പിന്നെയോ അപറാര്യങ്ങളോടൊപ്പം സ്വർഗത്തിലേക്ക് കടക്കാം, അതാ അഞ്ചാമത്തത്. വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസു യാ ഗഫാർ. അല്ലേ നമ്മൾ കഅബ തവാഫ് ചെയ്യുമ്പോൾ വേണത്, കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ എല്ലാ ചുറ്റിലുള്ള ദുആയാണ് ഇത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസു യാ ഗഫാർ. ആ ദുആക്ക് ആമീൻ പറയാൻ 70,000 മലക്കുകൾ, ഒരു മലക്കുണ്ട്. ആ മലക്കിന്റെ കീഴിൽ 70,000 മലക്കുണ്ട്. എവിടെ? പരിശുദ്ധമായ റുക്നുൽ യമാനിയുടെ അവിടെ ഒരു മലക്കുണ്ട്. എന്തിനാ ആമീൻ പറയാൻ? ആ മലക്കിന്റെ കീഴിൽ 70,000 മലക്കുകൾ എന്തിനാ ആമീൻ പറയാൻ? അവിടെ ചെന്ന് ഈ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ ദുആയും ഇതും തമ്മിൽ ബന്ധമുണ്ട്. പള്ളിയുടെ അഹ്ലുകാര് അവരെന്നെ കഅബാലയത്തിന്റെ അഹ്ലുകാര്. പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, പള്ളി പറഞ്ഞ കഅബയുമായി ബന്ധപ്പെട്ട് കിടക്കാണ്. ഇത് കഅബയുടെ ഭാഗമാണ്. അപ്പൊ പള്ളിയുടെ അഹ്ലുകാര് കഅബാലയത്തിന്റെ അഹ്ലുകാരാ. ആ ദുആയും അവിടെ സ്വർഗത്തിൽ കടന്നാ പോരാ. വഅദ്ഖിൽനൽ ജന്ന, സ്വർഗത്തിലേക്ക് ഞങ്ങളെ കടത്തണേ റബ്ബേ, മഅൽ അബ്റാർ, അബ്റാരിങ്ങളുടെ കൂടെ. അബ്റാരിങ്ങൾ എന്ന ആ മഹാന്മാരുടെ കൂടെ അവരോട് സ്വർഗത്തിലേക്ക് കടക്കാം. ഇത് അഞ്ചാമത്തെ നേട്ടമാണ്. അൽബറക്കത്തിൽ ഇത് നോക്കിയാൽ കാണുന്നതാ, 108 വിശദമായി പറയുന്നതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി. പള്ളിയെ നമ്മൾ ഇഷ്ടപ്പെടണം, പള്ളിയെ സ്നേഹിക്കണം. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലണം. പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോ ദിക്ർ ചൊല്ലണം. പള്ളിയിലേക്ക് കയറുമ്പോ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. വലത്തെ കാല് വെച്ച് പള്ളിയിൽ കയറുമ്പോ ദിക്ർ ചൊല്ലുക. നമ്മൾ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പുറത്തേക്ക് പോകുമ്പോ ഇടത്തെ കാല് വെച്ച് പുറത്തേക്ക് പോകുക. അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ ഫദ്ലിക് എന്ന് ചൊല്ലുക. സ്വലാത്ത് എല്ലാം സുന്നത്താണ്. ആ സമയത്ത് കയറുമ്പോഴും പുറത്തു പോകുമ്പോഴും എന്ത് സുന്നത്താണ്? കയറുന്ന സമയത്ത് ആ ദിക്റെല്ലാം സ്വലാത്തുകളിലും, പോകുന്ന സമയത്തും അതേപോലെ ദിക്റെല്ലാം സ്വലാത്തുകളിലും നമുക്ക് സുന്നത്താണ്. ഇനി എപ്പോഴും ഇല്ലെങ്കിലും ഇടക്കെങ്കിലൊക്കെ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെ, ചിലപ്പോ നമ്മളിങ്ങനെ തുണക്കാരൊക്കെ ഒപ്പം വന്നു അങ്ങനെ ഒതുണ്ടാക്കി വർത്താനം പറഞ്ഞൊക്കെ കയറി, പരമാവധി അതൊക്കെ ഒഴിവാക്കുക. ഒതുണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞുള്ള ദിക്ർ ദുആകളൊക്കെ ഉണ്ടല്ലോ, പരമാവധി നമ്മൾ സമയങ്ങൾ അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, അനാവശ്യമായ വർത്താനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പരമാവധി അമലുകൾക്ക് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് അറിയുന്നത്, ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാം. ആയത്തുൽ കുർസി ഒക്കെ എല്ലാവർക്കും അറിയാലോ, അല്ലെ? ഒതുണ്ടാക്കി കഴിഞ്ഞാൽ ആയത്തുൽ കുർസി ചൊല്ലൽ സുന്നത്ത. സൂറത്തുൽ ഖദർ അറിയാലോ, 3 വട്ടം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ചൊല്ലൽ സുന്നത്ത. അല്ലേ? ഒതുണ്ടാക്കി വെറുതെ ഇങ്ങനെ ഇരിക്കണ്ട. അന്ന് ആ വന്ന ഒരു 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക. എന്താ ഇപ്പൊ ചെലവുള്ളത്? എന്നാ കിട്ടുന്ന കൂലി എത്രയാ? നമ്മളേതായാലും ഇങ്ങനെ വൈകി, അങ്ങനെ പിന്നെ മനഃപൂർവ്വം ഒക്കെ പല ആളുകളും അങ്ങനെ വൈകി പിന്നെ പറഞ്ഞ നിസ്കാരം കഴിഞ്ഞ ഉടനെ വേണം പോവുകയും ചെയ്യാം. ഏതായാലും നമ്മളിങ്ങനെ സമയമുണ്ട്, ആ സമയമുള്ളത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നീ പള്ളിയിൽ കടന്നാലുടൻ ഖദ് സുന്ന കലിമത്തു തൗഹീദ് ഉച്ചരിക്കണമെന്ന ഹസൻ എന്നവർ പറയുന്നു. റാസി 30 സൂറത്ത് ജിന്നിൽ നോക്ക് കാണാം വിശദമിൽ. പള്ളിയിൽ കടന്നാല് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ കലിമത്തു തൗഹീദ് ചൊല്ലൽ സുന്നത്താണ്. അത് എത്രയൊന്നുമില്ല, എത്രയാവാം.
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഷഹാദത്ത് കൂട്ടിയിട്ട് ചെല്ലൽ സുന്നത്താണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ അദബുകളൊക്കെ പഠിക്കുകയും അല്ലെ പള്ളിയിൽ ദുന്യവിയായ സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കുക, അങ്ങനെ പറയാം അല്ലെ. പള്ളിയിൽ അനാവശ്യമായി സംസാരിക്കുന്നത് അമലുകളെ പൊളിച്ചു കളയും. അമലുകളെ പൊളിച്ചു കളയും. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. അനാവശ്യമായി നമ്മൾ പള്ളിയിൽ സംസാരിക്കുന്നത് എന്താണ്? അമലുകളെ പൊളിച്ചു കളയും, നമ്മുടെ ഇബാദത്തുകളെ പൊളിച്ചു കളയും. അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്തതാണ്. പള്ളിയിൽ ഉള്ള അദബ് അത് പാലിക്കണം. ആ അച്ചടക്കം നമ്മൾ പാലിക്കണം. പള്ളിയോടുള്ള ബഹുമാനം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലേ. മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പള്ളിയിൽ വന്നാലുള്ള നിസ്കാരം തഹിയ്യത്ത് നിസ്കാരം അത് വേറെ എവിടുന്നും കിട്ടൂല. അത് പള്ളിയിൽ വന്നാൽ തന്നെ കിട്ടുള്ളൂ, വേറെ എവിടുന്നും കിട്ടൂല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എപ്പോഴും കഴിയില്ലെങ്കിലും പരമാവധി ഒക്കെ നമ്മൾ ചെയ്യുക. അങ്ങനെയുള്ള അദബുകളും സുന്നത്തുകളൊക്കെ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാൻ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പള്ളിയിലേക്കും പള്ളിപ്പണിയിലേക്കൊക്കെ സംഭാവന ചെയ്തവരുണ്ട്. ഇന്നലെ ഒരു സഹോദരൻ, നമ്മുടെ കൊപ്പത്ത് കച്ചവടം ചെയ്യുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നിന്നൊരു വിഹിതം അങ്ങനെ നീക്കിവെച്ച് പള്ളിപ്പണിയിലേക്ക് 35,550 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. അതൊക്കെ ഒരു നല്ലൊരു മാതൃകയാണ്. കാരണം നമുക്കുള്ള വരുമാനം അത് ഒരു നിയത്താക്കി അതിൽ നിന്ന് ഓരോ വിഹിതം നീക്കിവെച്ച് അത് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ഒരു നല്ല നിയത്തോടുകൂടെ അദ്ദേഹം ഏറെക്കുറെ ഒരു കൊല്ലത്തെ അങ്ങനെ അതിലേക്ക് നിയത്ത് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നു തന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ പള്ളികളുടെ ഒക്കെ ഫള് പറഞ്ഞ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വലിയ സദഖ വിശുദ്ധമായ കഅബാലയത്തിന്റെ ബർക്കത്ത് കൊണ്ട് കഅബാലയത്തിന്റെ ഭാഗമായ നമ്മുടെ ഈ പള്ളി, ആ പള്ളിപ്പണിക്ക് വേണ്ടി ചെയ്ത ആ വലിയ സദഖ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. ആ ചെറുപ്പക്കാരന്റെ കച്ചവടത്തിൽ അല്ലാഹു എല്ലാ ഖൈറും ബറക്കത്തും അധികരിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹു വളരെ റാഹത്തും സന്തോഷവും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ നഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബറക്കത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മൾ ചൊല്ലുന്ന ദിക്റുകളൊക്കെ പുണ്യം കൊണ്ട് അല്ലാഹു എല്ലാ ഖൈറും നൽകട്ടെ. അവർക്കും കുടുംബത്തിനും അല്ലാഹു റാഹത്തും സന്തോഷവും നൽകട്ടെ. അവരെയും കുടുംബത്തെയും മക്കളെയും അല്ലാഹു സലാമത്തിലാക്കട്ടെ. അവരുടെ വീട്ടിലും കുടുംബത്തിനും അല്ലാഹു എല്ലാ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ആഫിയത്തും ആരോഗ്യവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് ആ സദഖയുടെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ബിഫദ്ലി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.